അപ്പൊ ഭാര്യ പറയും, അതെങ്ങനെയാ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യണേ, എനിക്ക് ബോറടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മുല്ല നസ്രുദ്ദീൻ വൈഫിനോട് ചോദിച്ചാണ്, നിനക്ക് നിന്നെ ഇത്രയും ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചൂടെ? സോ അതാണ് പലപ്പോഴും നമ്മള് ഈ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക സോൾ ഏജിന് ശേഷം നമ്മളൊക്കെ സ്പിരിച്വൽ സീക്കിങ്ങിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു. അതായത് നമുക്ക് നമ്മളെ കൊണ്ട് ബോറടിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മളിൽ ഒറ്റയ്ക്ക് ഇരിക്കാനോ മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. എയ്തർ വി ഫീൽ നമ്മൾ സെൽഫിഷ് ആണെന്ന് വിചാരിക്കും, നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നത് സെൽഫിഷ് ആണ് എന്ന് നമ്മൾ കരുതും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ ബോറടിക്കും. സോ നമുക്ക് എപ്പോഴും വി ഫീൽ ലോൺലി ആൻഡ് വി വാണ്ട് സംബഡി എൽസ്. നമ്മുടെ എന്തോ ഒരു കുറവ് പരിഹരിക്കാൻ നമുക്ക് എപ്പോഴും ഒരു കൂട്ട് വേണം. ഞാൻ അങ്ങനെ സാറിനെ ഒരുപാട് ഉപദ്രവിച്ച ആളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള, ഒരു ഡൂയിങ് ബേസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് സാറ് പണ്ട് തൊട്ടേ ഒരു ഗുരുവിനെ വേണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ എനിക്ക് എന്തിനാ ഒരു ഗുരു, നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ അവിടെ ഇവിടെ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു അത് 6ന്റെയും 9ന്റെയും ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ സാറ് December 6th ഞാൻ March 18 അപ്പൊ 1, 8, 9 ഇത് 6. ഒന്നും മേലേന്ന് താഴോട്ടാണെങ്കിൽ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റില് ഹൃദയാകാശ ധാരണയിലെ ഇന്നത്തെ ഹാർട്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ഹാർട്ടാണ്. ഫോർവേഡ് ഹാർട്ട് അതാണ് സാറിന്റെ കയ്യിലിരിക്കുന്ന ഫോർവേഡ് ഹാർട്ട്. ഫോർവേഡ് മീൻസ് അതിന്റെ ഈ ഭാഗം, ദിസ് ഇസ് ഫോർവേഡ് ഹാർട്ട്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, ഈ ഒരു കുഴി, അത് ഇങ്ങനെ പിടിച്ചറിയാം കേട്ടോ, ഈ ഒരു കുഴി. ഇത് നമ്മുടെ ഒരു ക്ലാസിക്കൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരയ്ക്കാറല്ലേ. ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഹാർട്ട് ഷേപ്പാണ് ഫോർവേഡ് ഹാർട്ടിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഈ ഇൻഡെന്റിങ്, ഇങ്ങനെ ഒരു ചളുക്കം നമ്മുടെ ഹാർട്ടിന്റെ ബാക്ക് പോർഷനിൽ, നമ്മുടെ ബാക്കിലുള്ള ഈ ഒരു ഭാഗം, അതായത് ഈ ഫോർവേഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു, എങ്ങനെയാ അത് കാണിക്കുക, എല്ലാരും കാണണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഇതിന്റെ ഒരു ഇതിന്റെ ഈ ഡെന്റ്, ഈ ഒരു കുഴി. ആക്ച്വലി മാസ്റ്റേഴ്സ് പറയുന്നത് നമ്മളിലേക്കുള്ള എല്ലാ മിസ്റ്റീരിയസ് എക്സ്പീരിയൻസസും ദിസ് ഓൾ കംസ് ത്രൂ ഹിയർ, നമ്മുടെ ഈ ഡെന്റിങ് ഭാഗത്തൂടെ. അതായത് നമ്മുടെ മുതുകത്ത് നമുക്കൊരു കുഴിയില്ലേ, നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗത്ത് എല്ലാവർക്കും ഒരു കുഴിയില്ലേ? കുഴിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് മൊത്തം ചതയാ. ആ കുഴി, ഹാർട്ടിന്റെ നമ്മുടെ ബാക്കിലത്തെ ആ ഭാഗത്തിന്റെ ഒരു കുഴി, ആ ഒരു ഡെന്റിങ് എന്ന് പറയുന്ന ഒരു ചളുക്കം, നമ്മുടെ ഹാർട്ടിന്റെ ബാക്ക് സൈഡിൽ വരുന്നതായിട്ടുള്ള ഫോർവേഡ് ഹാർട്ടിന്റെ ബാക്കിലുള്ള ആ ചളുക്കമാണ് നമ്മുടെ വൾണറബിലിറ്റി സ്പേസ്. നമുക്ക് ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കൊരു ബിട്രയൽ ഫീൽ ചെയ്യുന്നത് എല്ലാം ഈ ഭാഗത്തൂടെയാണെന്നാണ് പറയുന്നത്. ഒരു ബാക്ക് സ്റ്റാബിങ് പൊസിഷൻ. ചെയ്യുന്നതും ബോത്ത് രണ്ടും ഈ ഭാഗത്തൂടെയാണ്. അത് വളരെ ഒരു വിപരീതമായ കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ റിസീവ് ചെയ്യേണ്ടതും ഈ ഭാഗത്തൂടെയാണ്, നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നിഷേധിച്ചു എന്ന് നമ്മൾ കരുതുന്ന പാർട്ടും ഈ ഡെന്റിങ് ആണ്. ദിസ് ഈസ് അവർ വൾണറബിലിറ്റി പോർഷൻ. എപ്പോഴും നമുക്ക് ആവശ്യം ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ്. കേശൂട്ടൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ 15ാമത്തെ വാർഷികം ആയതുകൊണ്ട് ഗിഫ്റ്റ് ക്രിസ്റ്റലിലോ ഗ്ലാസ്സിലോ ഉള്ള ഗിഫ്റ്റ് വേണം കൊടുക്കാനെന്ന്. അവന്റെ ഏതോ ഒരു എൻസൈക്ലോപീഡിയയിൽ അങ്ങനെ പറയുന്നുണ്ടെന്ന്, 15ാം വാർഷികത്തിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഗ്ലാസ് കൊണ്ടോ ക്രിസ്റ്റൽ കൊണ്ടോ ആണെന്ന്. പക്ഷെ വളരെ ശ്രദ്ധിച്ചാല് നമുക്കറിയാം, റിലേഷൻഷിപ്പ് ആർ ലൈക്ക് ഗ്ലാസ് ഓർ ക്രിസ്റ്റൽ, ഇറ്റ്സ് വെരി ഫ്രജൈൽ. നമ്മൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവം. നമ്മുടെ മുല്ല നസ്രുദ്ദീൻ പറഞ്ഞതിൽ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. റിലേഷൻഷിപ്സ് ആർ റിയലി മിറേഴ്സ്. അതായത് നിനക്ക് നിന്നെ ബോറടിക്കുമ്പോഴാണ് എന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നീ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വേറൊരു രീതിയിൽ പറയുന്നത്. ലുക്ക് അറ്റ് യു.
ഓഷോയിൽ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മിറേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ദ സ്റ്റെയിൻസ് ആർ ഓൺ യു, ജസ്റ്റ് ഗോ ആൻഡ് വാഷ് യുവർ സെൽഫ്, കം ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ദ മിറർ അഗെയിൻ, യു വിൽ സീ യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് ഡീൽ ചെയ്യാനുള്ളതും ക്ലിയർ ചെയ്യാനുള്ളതും നമ്മളിൽ തന്നെയാണ്. വെൻ വി ലുക്ക് അറ്റ് അവർ സെൽഫ്, ഇപ്പൊ ഞാന് സാറിനോട് എന്നെ ഇപ്പൊ പണ്ടത്തെ മാതിരി വലിയ ഇഷ്ടമില്ല, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പോകുമ്പോ എനിക്ക് കൈ തരാറില്ല, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യത്തിനൊക്കെ ഞാൻ കംപ്ലൈന്റ് പറയും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ഇറിറ്റേറ്റഡ് ആവും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഈ ചാടിത്തുള്ളിയൊക്കെ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങനെ സങ്കടപ്പെടുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരാൻ കാര്യം എന്താണ്? ബിക്കോസ് ഐ എം നോട്ട് ഗിവിംഗ് മൈസെൽഫ് ഹാൻഡ്, ഐ എം നോട്ട് ഹെൽപ്പിംഗ് മൈസെൽഫ്, ഐ എം നോട്ട് ലൈക്കിംഗ് മൈസെൽഫ്. ഞാൻ എന്നിൽ എന്തൊക്കെയോ കുറവ് കാണുമ്പോൾ ഞാൻ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് സാറിൽ നിന്നിട്ടുള്ള ഒരു പോർഷൻ എടുത്തുകൊണ്ടാണ്. സോ റിലേഷൻഷിപ്സ് എപ്പോഴും മിറർ ചെയ്യുന്നത് ഈ അപ്പൊ നമുക്ക് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് അവര് ഒന്നില്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് നമുക്ക് എന്തെങ്കിലും ഡിപ്രൈവ് ചെയ്യുന്നു, നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് തരുന്നില്ല, സ്നേഹം തരുന്നില്ല, സപ്പോർട്ട് തരുന്നില്ല, ഒരാവശ്യമുള്ളപ്പോ ഒരു കൈനീട്ടി തരുന്നില്ല എന്നുള്ള, കൈനീട്ടി അടിയല്ല ഞാൻ ഉദ്ദേശിച്ച, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അത് തരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി വി ആർ നോട്ട് ലവിങ് ourselves, വി ആർ നോട്ട് സപ്പോർട്ടിങ് ourselves, we are not happy with ourselves, we are not giving hand to ourselves. ആക്ച്വലി അതാണ് അവരവിടെ കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പ്രേമം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഇടപാടാണ്. എനിക്ക് പ്രേമിക്കുന്നവരെയും ഭയങ്കര ഇഷ്ടമാണ്, പ്രേമിക്കുന്നവരുടെ കഥ കേൾക്കാൻ ഞാൻ ഇരിക്കാറുണ്ട്. കാരണം ഭയങ്കര കളർഫുൾ ആണ്, അവരുടെ വേൾഡിൽ എല്ലാം നന്മയാണ്. അയാളും നല്ലത്, ഞാനും നല്ലത്, ഞങ്ങൾ തമ്മിലുള്ള ടൈം നല്ലത്, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലത്, അയാളുടെ കഴിവുകൾ നല്ലത്, എന്റെ കഴിവുകൾ നല്ലത്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ കാണുന്ന ഒരു സമയമാണ് പ്രേമം എന്ന് പറയുന്നത്. വെരി ഗുഡ്. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണം എത്തുമ്പോ എന്താ പറ്റണേ? അപ്പൊ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഓ, അത് വൈറ്റ് ഷീറ്റ് പോലെ കാണുള്ളൂ അല്ലെ? കാണാമോ? കാണില്ല അല്ലെ? 2 മുട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മുട്ട ചേർന്ന ആ ഭാഗത്ത് ഒരു ഡാർക്ക് സ്പേസ്, അങ്ങനെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. 2 റൗണ്ട്, പിന്നെ 2 റൗണ്ട് ചേർന്ന് അത് ഈ ഭാഗത്ത് ഇത് ഇന്റർസെക്ഷൻ, അത് രണ്ടും ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം. ഇത് രണ്ടും ചേർന്ന ഒരു ഭാഗം. ഈ കൈ ഓക്കെ. represent ചെയ്യുന്നത് my space. The other round represent his space or her space, means your space. My space, your space. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു റൂഫിന് കീഴെ വരുമ്പം അവിടെ സംഭവിക്കുന്ന ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു അവർ സ്പേസ് വരും. ഈ സമയം മീറ്റ് ചെയ്യുന്നു, അവർ പരസ്പരം നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, നിന്റെ കാര്യം ഇന്നതിൽ നീ നല്ലത് പോയാൽ നല്ലതെന്ന് ഉപദേശിക്കുന്നു, എല്ലാം. അത് കഴിഞ്ഞിട്ട് they have a space where they can go back. അവർക്ക് തിരിച്ചു പോകാൻ അവരുടെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് പ്രേമിക്കുന്നവരാണെന്ന് കരുതുക, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചു, അപ്പൊ there is a time together, then he goes back to his house, I am going back to my house. അങ്ങനെ വരുന്ന സമയം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് we can think about ourselves, നമ്മളെ നറിഷ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാഷന്റെ പുറകെ പോകാം, അതിൽ കുറെ തോട്ട്സ് സ്പെൻഡ് ചെയ്യാം. there's a lot of എന്റെ പ്ലസ് എന്താണ്, എന്റെ മൈനസ് എന്താണ്, ഇതൊക്കെ എനിക്ക് അവലോകനം ചെയ്യാൻ എന്റേതായ ഒരു സ്പേസ് ഉണ്ട്. and he also has his own space. ഇതാണ് മാരേജിന് ശേഷം അറിഞ്ഞോ അറിയാതെയോ ഓരോരുത്തരും ഇല്ലാതാക്കുന്നത്. ആൻഡ് ദേ സേ ഇറ്റ് ഈസ് കോംപ്രമൈസ്. പക്ഷെ ആ സ്പേസ് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ കോംപ്രമൈസിങ് യുവർ ലൈഫ്
and your partner's peace of mind actually. നമ്മൾ പലപ്പോഴും ഇത് നല്ലതെന്ന് കരുതി ഞാൻ എൻ്റെ സ്പേസിൽ ഇദ്ദേഹത്തിന് സാറിനെ കയറ്റി നിർത്തുകയാണ്. അപ്പം മുതൽ എനിക്ക് ഇറിറ്റേഷൻ തുടങ്ങും. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി സ്പേസ്. ഞാൻ എവിടെ നിൽക്കും? ഈ വട്ടത്തിൽ മുഴുവൻ ഞാൻ സാറിനെ കയറ്റി നിർത്തി. എന്റെ ദോശയിൽ സാറിന്റെ ദോശ കയറ്റി വെച്ചു. ഇപ്പൊ അതിന് പിന്നെ ഞാൻ ഈ അറ്റത്ത് നിൽക്കുക. ഞാൻ എവിടെ നിൽക്കും? എനിക്ക് എവിടെ സ്പേസ് ഇല്ല. ആൻഡ് ഐ ആം കംപ്ലൈനിങ് ഹിം, എനിക്കൊരു സ്പേസ് ഇല്ല. വേർ ഡു ഐ ബിലോങ്? ഞാൻ എവിടെയാണ്? എന്റെ സ്പേസ് എവിടെയാണ്? പക്ഷെ കയറ്റി നിർത്തിയതാരാ? ഞാനാ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് മൈ ലവ്. ബട്ട് ആക്ച്വലി അത് നമ്മുടെ ഒരു ലിമിറ്റഡ് മെന്റാലിറ്റിയാണ്. ഐ ഫീൽ മൈസെൽഫ് സുപ്പീരിയർ, ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. ആക്ച്വലി എനിക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത്, എനിക്കൊരു സ്പേസ് ഉള്ള പോലെ ഒരു സ്പേസ് ഉള്ള പോകും. When I love completely and I'll dedicate myself to him wholly, എനിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫീൽ ചെയ്യുന്നത് എൻ്റെ ഈ സ്പേസ് മുഴുവൻ ഞാൻ അങ്ങ് സറണ്ടർ സെൽഫ്ലെസ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് ജീവിക്കുകയാണ് എന്നുള്ളതാണ്. ബട്ട് there I become so selfish. Chances becomes to make me more selfish because I start ഒരു 2-3 വർഷമൊക്കെ ഇത് ഭയങ്കര റോസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വി സ്റ്റാർട്ട് ഫീലിംഗ് സഫോക്കേറ്റഡ്. കാരണം നമുക്ക് അതിനല്ല നമ്മുടെ സെൽഫ് വന്നത്. ഓരോ സെൽഫും, യു ആൻഡ് മീ, ബോത്ത് കെയിം ടു എക്സ്പ്ലോർ ഇൻ ദെയർ ഓൺ വേ. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അവരവരുടെ നാച്ചുറൽ സ്പേസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, പാഷൻസ് ഉണ്ട്, അവരുടെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇവിടെ ചെയ്തു തീർക്കേണ്ട സർട്ടൻ കാര്യങ്ങളുണ്ട്, പർപ്പസ് ഉണ്ട്, കർമ്മയുണ്ട്. നമുക്കിവിടെ എക്സോസ്റ്റ് ചെയ്യേണ്ട കർമ്മയുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട പാഠങ്ങളുണ്ട്. ഇത് രണ്ടുപേരുടെയും ഡിഫറെന്റ് ആണ്. പക്ഷേ എന്നാൽ ഇത് രണ്ടുപേരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. എനിക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് റെസണൻസ് എന്ന് പറയും. ലോ ഓഫ് റെസണൻസ്. ഇറ്റ്സ് ലൈക്ക് എന്നിൽ ഒരു 20% മാറാനുള്ള ഒരു കാര്യം ഉണ്ടെന്നെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഭയങ്കര ഗിവർ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും ബർത്ത്ഡേസിന് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് അവരുടെ സങ്കടം പറയുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു ഗിവിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ പാർട്ട്ണർ മിക്കവാറും ഒരു 90% അല്ലെങ്കിൽ ഒരു 98% ആൾക്കാർക്ക് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും. അതെന്തിനാ ഇപ്പൊ കൊടുക്കണേ? അത് അവർക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? ഇപ്പൊ തന്നെ കൊടുക്കണമെന്നുണ്ടോ? നാളെ ആക്കിയാലോ? ഇങ്ങനെ പല 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 സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഇറിറ്റേറ്റ്സ് അസ്. ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നേ, അത് മാറാലോ, അത് അന്നല്ലേ, അന്ന് നിനക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ, അന്ന് നിന്റെ എല്ലാം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇന്നതാണോ നമുക്കൊരു കുടുംബം? എനിക്കൊരു കാര്യം ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം ഇല്ലേ? ഞാൻ ഉണ്ടാക്കുന്നതിന് 10 രൂപ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാൻ പറ്റില്ലേ? ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവാം. പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാം, എന്നിൽ ചിലപ്പോൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 40 or 50% നമ്മുടെ പെർസെൻറ്റേജിനനുസരിച്ചിരിക്കും മറ്റേ വ്യക്തി നമ്മളോട് കാണിച്ചു തരുന്നത്. എന്നിൽ ഒരു 20% ഉള്ളെങ്കിൽ എൻ്റെ പാർട്ട്ണർ 80% കാണിക്കും. എക്സ്ട്രീം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നിൽ വളരെ മൈന്യൂട്ട് ലെവലിൽ അത് കിടപ്പുണ്ട്. 50-50 ആണെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എളുപ്പമുണ്ട്. പക്ഷേ പെർസെൻറ്റേജ് വ്യത്യാസം ഏറിയും കുറഞ്ഞു ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര ഇംബാലൻസ് ഫീൽ ചെയ്യുക. സോ ഇഫ് യുവർ പാർട്ട്ണർ, അത് കല്യാണം കഴിച്ചവർക്കാണെങ്കിൽ അത് ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വൈഫ് ആയിരിക്കും ഫോർ ഷുവർ. ഇനി അതല്ല, കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ അവരുടെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ ഓർ ബ്രദർ, വെരി ക്ലോസ് ടു ദം, വെരി എന്താ പറയുക, ഒരു ഹാർട്ട് കോണ്ടാക്ട് ഉള്ള കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും അത് നമ്മളിൽ കാണിക്കുക. സോ ഇഫ് ഐ ഹാവ് ഒരു 20% എൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇത് കൊടുക്കണോ, പിന്നെ പോട്ടെ എന്തായാലും ആവട്ടെ, ഞാൻ തന്നെ എന്നെ തന്നെ പ്രഷർ ചെയ്ത് ചെയ്യിക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ എനിക്കത് വ്യക്തികൾ വൈസ് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എൻ്റെ പ്രിൻസിപ്പിൾ വൈസ് എനിക്ക് എന്തെങ്കിലും ആശയപരമായി എനിക്ക് ബുദ്ധിമുട്ടുള്ളവരാകാം. എന്ത് കാര്യത്തിലാണെങ്കിലും എൻ്റെ ഇഫ് മൈ ഗിവിങ് ഈസ് സം സോർട്ട് ഓഫ് കണ്ടീഷണൽ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാം.
അവരല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എന്നെ തിരിച്ച് ബഹുമാനിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് കുറച്ച് സ്നേഹം തരുന്ന ആൾക്കാരാണ്, അപ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണ്, ദെൻ ഞാൻ കൊടുക്കാം. അങ്ങനെ എന്നിൽ എന്തെങ്കിലും കണ്ടീഷൻസ് കിടപ്പുണ്ടെങ്കിൽ എന്റെ പാർട്ട്ണർ തീർച്ചയായും കണ്ടീഷൻസ് ഇങ്ങോട്ട് പറയും. അതെന്തിനാ അവിടെ കൊണ്ട് കൊടുക്കണേ, നമുക്കൊരാവശ്യം വന്നപ്പോ അവര് തന്നില്ലല്ലോ. ദേ മേക്കസ് നമ്മളെ പ്രിക്ക് ചെയ്യും, ചിന്തിപ്പിക്കാൻ നമ്മളെ വളരെ എക്സ്ട്രീം ലെവലിൽ അവര് നമ്മളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ഞാൻ എന്റെ ഈ 20% നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതിന്റെ ഒരേ ഒരു കാര്യം, ഈ ഒരു മൈന്യൂട്ട് ലെവലിൽ നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ പാർട്ട് നമ്മൾ കണ്ട് റിസോൾവ് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ സോളിന് നെക്സ്റ്റ് ലെവലിലേക്ക്, എവല്യൂഷനിലേക്ക് ലീപ്പ് ചെയ്യാൻ പറ്റും. ഒരു വലിയ ലീപ്പിനാണ് ഇവര് നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മളിൽ കാണാൻ തയ്യാറാകണം. ഞാനത് എന്റെ ഹസ്ബൻഡിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന, എന്തൊരു മനുഷ്യനാണ്, ഒരു ചില്ലി കാശ് ആർക്കും കൊടുക്കില്ല, എന്ത് പിശുക്കനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ എന്നിട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ റെക്ടിഫൈങ് രീതികൾ കണ്ടുകൊണ്ടിരുന്നാൽ നോ വേ ടു സോൾവ് ഇറ്റ്, അല്ലേ? ഞാൻ എന്നിൽ കാണുന്നില്ല എന്റെ ആ പാർട്ടിനെ, എന്റെ ഡാർക്കർ സൈഡിനെ, എന്റെ ഒരു ഷാഡോയെ ഞാൻ കാണുന്നില്ല. ഐ ഫീൽ മൈസെൽഫ് ഏഞ്ചൽ ആൻഡ് ദ അതർ പേഴ്സൺ ഇസ് ഡെവിൾ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും, ഓ ആ മനുഷ്യൻ ഭയങ്കര ഏഞ്ചലാണ്, ഞാൻ എന്താ ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനായി പോയത്. either way നമുക്ക് അങ്ങനെ ഇങ്ങനെ ആവാം. പക്ഷേ വി ബോത്ത് ആർ മിററിങ് ഈച്ച് അതർ. ഗിവറായിട്ട് കാണിക്കുന്ന പാർട്ട്ണർ റിസീവർ ആയിട്ടോ അല്ലെങ്കിൽ ഗിവിങ്ങില് ബുദ്ധിമുട്ടുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങളിൽ ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ട്, ഡെവലപ്പ് ഇറ്റ്. ആൻഡ് ഗിവിങ്ങിൽ പ്രോബ്ലം കാണിക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് മറ്റേ പാർട്ട്ണർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇത്തിരി കൂടെ ചെറുതായിട്ട് പോലും നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അംശം കിടപ്പുണ്ട്, ഇഫ് യു ക്യാൻ റെക്ടിഫൈ ഇറ്റ് യു വിൽ ഹാവ് എ ബിഗ് ലീപ്പ്. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്, സോൾ ലെവലിൽ മറ്റൊരു ലെവലിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മുടെ എവല്യൂഷന് പരസ്പരം ഹെൽപ്പ് ചെയ്യാനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മുടെ ഈ ഡെൻഡിങ് പാർട്ട്, ഈ റിസീവിങ് പാർട്ടിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ മൊമെന്റിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൊമെന്റ് ബൈ മൊമെന്റ് ഒബ്സർവ് ചെയ്തിരിക്കുക. വാട്ട് എക്സാക്ട്ലി ഐ ആം എക്സ്പീരിയൻസിങ്. അത് ഓരോരുത്തർക്കും ഓരോ ലെവലിലാണ്. ഇപ്പൊ നമ്മൾ മിറർ കൺസെപ്റ്റ് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മളെ ഡിഫിക്കൽട്ടിയിൽ കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് വരുന്ന ഇറ്റ് ഈസ് മിററിങ് അസ്. നമ്മൾ അവര് ചോദിക്കും, ആഹാ അയാൾ കാണിക്കുന്ന വൃത്തിയായിട്ട് സ്വഭാവത്തിനൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പല ടൈപ്സ് ക്രൈംസ് നടക്കുന്നു, അതെന്നെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യുന്നു, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എന്നെ മിറർ ചെയ്യുന്നു എന്നാണോ, എന്റെ ഉള്ളിലെ ആസ്പെക്ട് ആണെന്നാണോ? അപ്പൊ എനിക്ക് റേപ്പിങ്ങിന് ടെൻഡൻസി ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് ഇപ്പോ സൊസൈറ്റിയിൽ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുക, അങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പം ഈ മിറർ കൺസെപ്റ്റിനോട് ആൾക്കാർ പ്രതികരിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഈ നടക്കുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഡോക്ടർ ബ്രയൻ വെയ്സിന്റെ ബുക്കില് ഞാനൊരു എക്സ്പീരിയൻസ് വായിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഭാര്യയും ഭർത്താവും വരുന്നതേ അടി പിടിച്ചോണ്ടാണ്, നല്ലതല്ല രണ്ടുപേരും കൂടെ വന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലിരുന്ന് തല്ലുകൂടാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, വാട്ട് ഈസ് ദ പ്രോബ്ലം എക്സാക്ട്ലി, അതെന്താന്ന് പറയൂ, ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഇറ്റ് ഈസി ബിറ്റ്വീൻ യു. അപ്പൊ വീണ്ടും ഹസ്ബൻഡ് തലയിൽ കൈയും വെച്ച് പോയി. അപ്പൊ ഈ ലേഡി പറയാണ്, ഹി ഈസ് ഓൾവേസ് ട്രീറ്റിംഗ് മീ ആസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഹി ഫീൽസ് ഐ എം എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ദേ ട്രീറ്റ് മീ ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്ത് ഇഷ്യൂ പറഞ്ഞാലും later she comes back to this statement, exactly this statement, they treat me as a prostitute. ആ ഫീലിംഗിലേക്ക്, ആ ആങ്കറിന്റെ ഇന്റൻസിറ്റിയിലേക്ക് ഇമ്മീഡിയറ്റ്ലി ആ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഡോക്ടർ ബ്രയൻ വെയ്സ് ആ ലേഡിയെ കണക്ട് ചെയ്യിച്ചു ടു ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം അതിനെ ഏറ്റവും കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യാനായി ആ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞ് അതിനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് ആ ഇറിറ്റേഷനിലൂടെ ആ വ്യക്തിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ആ വ്യക്തി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ഒരു ലൈഫിലേക്കും അതിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം കാണാനിടയാവുകയും അത് റെക്ടിഫൈ ചെയ്യാൻ കാര്യമാവുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലരെ ബാധിക്കാറേ ഇല്ല. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിനെ പറ്റി എന്റെ ഫ്രണ്ട് എന്നോട് കംപ്ലൈന്റ് പറയുന്നത്,
ഒന്ന് തല്ലുകൂടണം എന്ന് വിചാരിച്ചാൽ പോലും എന്റെ ലഡു ഒരു രക്ഷയില്ല. ആ മനുഷ്യന് ദേഷ്യം വരുന്നില്ല. ഞാൻ എത്ര ഇറിറ്റേറ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് പറഞ്ഞാലും ആ മനുഷ്യന് ഇറിറ്റേറ്റഡ് ആവണില്ല. എന്ത് പറഞ്ഞാലും ഇറിറ്റേറ്റഡ് ആവണു എന്ന് പറഞ്ഞ് സങ്കടപ്പെടാം. എന്തൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് തല്ലുകൂടാൻ പറ്റണില്ല എന്ന് വേറൊരാൾ സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ ലൈഫ് ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. പക്ഷെ അപ്പൊ അത് അയാൾക്ക് അറിയില്ല. അങ്ങനെ ആങ്കർ ഇന്ന കാര്യത്തിന് ഡിസ്റ്റർബ്ഡ് ആവാൻ കമ്പ്യൂട്ടറിലെ ഡോക്യുമെന്റ് വേർഡ് ഡോക്യുമെന്റിനുള്ള പ്രോഗ്രാം ഇല്ലെങ്കിൽ നമുക്ക് അതിലൊരു ലെറ്ററോ ഡോക്യുമെന്റോ അടിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെയാ ആ സംഭവം, ആ പ്രോഗ്രാം ആ കമ്പ്യൂട്ടറിനകത്ത് ആ സിസ്റ്റത്തിൽ ഇല്ല. നമ്മൾ പലർക്കും പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ പല കാര്യങ്ങളെയും കാണുമ്പോൾ ഇപ്പൊ ആ ലേഡിയെ പോലെ വീട്ടിൽ വഴക്കുണ്ടാ ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. വേറൊരാള് പറയണ്ടാവുക they are treating me like a slave. വേറൊരാള് പറയണ്ടാവുക so this is according to our own experiences. നമ്മുടെ ഉള്ളിലെ എക്സ്പീരിയൻസ് എന്താണോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക. നമ്മുടെ ഉള്ളിലെ ഇപ്പൊ സാറ് ചില സമയം ചില സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പം ഞാൻ പിന്നെ കുറെ നേരം മിണ്ടാതിരിക്കുമ്പം സാറ് ചോദിക്കും അതെന്താ ഹേർട്ടായോ ഇൻസൾട്ടായോ? ആ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതേ ആയിരിക്കില്ല ഞാൻ എടുത്തുണ്ടാവുക. ഐ വുഡ് ഹാവ് പേഴ്സണലൈസ്ഡ് ഇറ്റ് ആൻഡ് എന്റെ ഉള്ളിൽ അത് മറ്റെന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്നെ വേറെ എന്റെ ഹാർട്ടിന്റെ വേറെ ഏതോ ഒരു ഭാഗത്ത് അത് ചെന്ന് പ്രിക്ക് ചെയ്യുന്നുണ്ട്. അത് എന്റെ ഏതെങ്കിലും ഒരു ഗിൽറ്റിലായിരിക്കാം, എന്റെ ഏതെങ്കിലും ഒരു പ്രൈഡിലായിരിക്കാം. ദിസ് ഈസ് അക്കോർഡിംഗ് ടു അസ്. നമ്മുടെ അകത്താണ് ഈ ഒരു പേപ്പർ കിടക്കുന്നത്. ഇതിനനുസരിച്ചിട്ടാണ് അകത്ത് ടിക്ക് ആൻഡ് ഇൻഡു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൊള്ളാം, ഇത് കൊള്ളൂല, ഇത് കൊള്ളാം, ഇത് കൊള്ളൂല. നമുക്ക് കൊള്ളാത്ത കുറെ കാര്യങ്ങൾ വേറൊരാൾക്ക് നല്ലതാണ്. ഞങ്ങളുടെ അടുത്ത് ഒരിക്കൽ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഡൈവേഴ്സ് എന്ന് പറയുന്ന സാധനം ഈ ലോകത്ത് മാറ്റേണ്ട കാര്യമായി. ഇപ്പത്തെ പെൺകുട്ടികൾക്കൊന്നും ഒരു മര്യാദയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡൈവേഴ്സ് ആണ്. ഓക്കെ ഫൈൻ, ഡൈവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു അച്ഛൻ പറയുന്നത് എത്ര പാടുപെട്ടിട്ടും മകൾക്കൊരു ഡൈവേഴ്സ് കിട്ടുന്നില്ല. ബിക്കോസ് ഷീ സഫറിങ് എവറി ഡേ. സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് പറയുക, എന്ത് ചെയ്താലും അവളുടെ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാവാവുന്ന ഒരു സിറ്റുവേഷനിലാണ് അവൾ ജീവിക്കുന്നത്. ഹൗ ക്യാൻ ഐ ബ്രിങ് ഹർ ബാക്ക്? ഒരു ഡൈവേഴ്സ് കിട്ടണില്ല, അതിനു വേണ്ടി ദേ ആർ സ്ട്രഗ്ലിങ്. സോ ഒരാൾക്ക് മോശമായ ഡൈവേഴ്സ് എന്ന കൺസെപ്റ്റ് വേറൊരാൾക്കൊരു ബ്ലെസ്സിങ് ആണ്. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു അസ്. നമ്മൾ ഓരോ കൺസെപ്റ്റിനും ടിക്ക് ആൻഡ് ഇൻഡു കൊടുക്കുന്നത്. സോ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ കാണുമ്പോൾ എപ്പോഴും ഈ ഒരു മിറർ കൺസെപ്റ്റ് നോക്കിയാലേ അതിന് നമ്മുടെ പൗലോ കോയിലോ അങ്ങനെയല്ലേ അതിന് അദ്ദേഹത്തിന്റെ പേര് പറയാ, എനിക്ക് എപ്പോഴും അതൊരു കൺഫ്യൂഷൻ ആണ്, തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരെ. അത് ഫേസ്ബുക്കിൽ ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ സ്റ്റോറിയിൽ പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പുതിയ നെയ്ബർഹുഡിലേക്ക് മാറി വന്നു. അവർ അവിടെ താമസം തുടങ്ങി. അവരുടെ ഫ്ലാറ്റിൽ നിന്ന് മറ്റു ഫ്ലാറ്റുകളൊക്കെ കാണാം. ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലാറ്റിൽ ഒരു ലേഡി വന്ന് തുണി വിരിക്കും. അപ്പൊ തുണി വിരിക്കുമ്പോ ഈ വൈഫ് ഹസ്ബൻഡിനോട് പറയും അവർക്ക് തുണി കഴുകാൻ അറിയില്ല കേട്ടോ, എന്തുമാത്രം വൃത്തികേട് ആ തുണിയിലുള്ളത്. ഒരെണ്ണത്തിൽ കറയുണ്ട്, ഒരെണ്ണത്തിൽ അഴുക്കുണ്ട്, ഇവര് വൃത്തിയായിട്ട് തുണി കഴുകണേ ഇല്ല. എവറി ഡേ ദിസ് കണ്ടിന്യൂസ്. എല്ലാ ദിവസവും ഇവര് ഭക്ഷണം കഴിക്കാനിരിക്കും, ആ സമയത്തായിരിക്കും അവരവിടെ തുണി വിരിക്കാൻ വരുന്നത്. ഈ തുണി നോക്കിയിട്ട് ഇവിടെ വൈഫിന് അത് സഹിക്കാൻ പറ്റണില്ല, അവര് ലോണ്ടറി വൃത്തിയായി കഴുകണില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. ഒരു ദിവസം അവർ നോക്കുമ്പോണ്ട് ഇന്ന് അവര് നന്നായി കഴിക്കുന്നു, എനിക്ക് തോന്നുന്നു ഇന്ന് അവരല്ല കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോ ഹസ്ബൻഡ് പറയാം അതെ ഞാനിന്ന് രാവിലെ എനിക്ക് നമ്മുടെ ജനൽ തുടച്ചു. അപ്പൊ അഴുക്ക് എവിടെയായിരുന്നു? അഴുക്ക് നമ്മുടെ ജനലിന്റെ ചില്ലിലായിരുന്നു. അത് തുടച്ചപ്പോ അവരുടെ ലോണ്ടറി വൃത്തിയായി. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചില്ല് പോലെയാണ്. അതിലേക്ക് വരുന്ന എക്സ്പീരിയൻസസിന്റെയും പല പല കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നതിന്റെ ഈ പൊടികളും മറ്റും വന്ന് ഈ അകത്തേക്കുള്ള കാഴ്ച ഡിസ്റ്റോർട്ടഡ് ആക്കുന്നതാണ്.
So if we can clean that window or if we can clear that glass, നമുക്ക് ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അങ്ങോട്ട് പുറത്തേക്ക് കാണുമ്പോൾ വാവ്, ഇറ്റ് ഈസ് വെരി ക്ലിയർ, പെർഫെക്റ്റ്. അവിടെയാണ് നമുക്ക് ഓഷോ പറയുന്നത് വളരെ വ്യക്തമാണ്, യുവർ മിറർ ഈസ് ബ്യൂട്ടിഫുൾ, ദ സ്റ്റെയിൻ ഈസ് ഓൺ യു, ഗോ ആൻഡ് വാഷ്, വെൻ യു കം ബാക്ക് യു ക്യാൻ സീ യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ ഓൺ ദാറ്റ് മിറർ. അതുകൊണ്ട് ആ മിററിനെ ഉടയ്ക്കാൻ ശ്രമിക്കരുത്. ഇന്ന് ആനിവേഴ്സറി വരുന്ന, ആനിവേഴ്സറി കഴിഞ്ഞ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങളുടെ കൂടെയുള്ള സോൾമേറ്റിനെ വളരെയധികം വിലമതിക്കുക, വളരെ പ്രഷ്യസ് ആയി ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് ദേ ആർ ഷോയിങ് യു വാട്ട് യു ആർ. ഒരിക്കൽ പോലും കണ്ണാടി കണ്ടിട്ടില്ലാത്ത ഒരാളെ ആലോചിച്ച് നോക്കിയേ, അയാൾ കണ്ണാടി കണ്ടിട്ടേയില്ല. എനിക്കിപ്പോ അറിയാൻ പറ്റും അല്ലെ, എന്റെ മുടി ഇങ്ങനെയാണ്, ഞാൻ ഇവിടെയാണ് പൊട്ട് വെക്കണേ, എന്റെ മൂക്ക് ഇങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ്, ഞാൻ ഇച്ചിരി വീർത്തിട്ടുണ്ട്, ഇന്ന് ഞാൻ ഇത്തിരി ചൊട്ടിയിട്ടുണ്ട്, ഇന്ന് ഞാൻ സുന്ദരിയാണ്, ഇന്ന് എന്തോ ഒരു മോശമുണ്ട് അല്ലെ. എവറിഡേ നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മളെ ഇങ്ങനെ വിലമതിക്കാറുണ്ട്. പക്ഷെ മിറർ ഇല്ലാത്ത ഒരാളുടെ കാര്യം ആലോചിക്കേ, അയാൾക്ക് അയാളെ പറ്റി എന്തെങ്കിലും അറിയാം, അയാൾ എങ്ങനെ ഇരിക്കണോ, ഞാൻ വാട്ട് ഐ ആം ലുക്കിംഗ് ലൈക്ക്, എന്തായിരിക്കും എന്നെ കാണാൻ ഞാൻ എങ്ങനെ ഉണ്ടാവും അല്ലെ. സോ യുവർ മിറർ നിങ്ങളെ തന്നെ കാണിച്ചു തരുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മിറർ. എവറി ഡേ നിങ്ങൾക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഈ പൗലോ കോയിലോടെ തന്നെ വേറൊരു കഥ പറഞ്ഞു പോയാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്കും വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ ഇതിൽ ഞാൻ നിർത്താട്ടോ, സത്യമായിട്ട് നിർത്താം. അദ്ദേഹത്തിന്റെ ആ കഥയില് നമ്മള് നാർസിസസ് എന്ന് കേട്ടിട്ടില്ലേ? നാർസിസ് അതായത് വളരെ സുന്ദരനായ ഒരു ദേവനാണ് നാർസിസ്. അദ്ദേഹം ദിവസവും കാട്ടിലെ ഒരു പൊയ്കയിൽ വന്നിട്ട് ഇങ്ങനെ മുഖം നോക്കും. ആ വെള്ളത്തില് ഇങ്ങനെ അവനവന്റെ മുഖഛായ കണ്ട് സ്വയം അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര സുന്ദരനാണ്. ഒരു ദിവസം അങ്ങനെ മുഖം നോക്കി ആ വെള്ളത്തിലോട്ട് തന്നെ മൂക്ക് പിടിച്ചു വീണ് പുള്ളി മുങ്ങിപ്പോയി മരിച്ചുപോയി. അവിടെ നിന്ന് ഒരു പുഷ്പം വിരിഞ്ഞു വന്നു. ആ പൊയ്കയിൽ നിന്ന് ഒരു പൂ വിരിഞ്ഞു വന്നു. അതിനെ നാർസിസസ് ഫ്ലവർ എന്നാണ് പറയാ. അപ്പൊ കഥ അങ്ങനെയാണ്. പക്ഷെ പൗലോ കോയിലോ അവിടെ നിന്ന് കുറച്ചുകൂടെ ആ കഥയെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എനിക്ക്. അദ്ദേഹം എന്നിട്ട് പറയാണ്, അപ്പൊ ഒരു ദിവസം വനദേവത വന്നിട്ട് ഈ പൊയ്കയോട് ചോദിച്ചു, നാർസിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ, ഹി വാസ് എ ഹാൻസം ഗൈ. അപ്പൊ പൊയ്ക തിരിച്ച് വനദേവതയോട് ചോദിക്കും, ആണോ, അവൻ സുന്ദരനായിരുന്നോ? അപ്പൊ വനദേവത ചോദിക്കും, പിന്നെ നീ എന്താ കണ്ടോണ്ടിരുന്നേ? ദിവസവും വന്ന് നിന്നിലല്ലേ അവൻ മുഖം നോക്കിക്കൊണ്ടിരുന്നത്, വാട്ട് യു ഹാവ് സീൻ, നീ അപ്പൊ എന്തുമാത്രം മിസ് ചെയ്തു? അപ്പോ പൊയ്ക പറയുന്നത്, ശരിയാണ്, ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ വന്ന് എന്നിൽ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയിരുന്നത് അവന്റെ കണ്ണിന്റെ ആഴങ്ങളിൽ എന്റെ സൗന്ദര്യമാണെന്ന്. ഐ ഹാവ് സീൻ ദ ബ്യൂട്ടി ഓഫ് മൈസെൽഫ് ഇൻ ദ ഡെപ്ത് ഓഫ് ഹിസ് ഐസ് ആൻഡ് ഐ ആം മിസ്സിംഗ് ഹിം നൗ because I cannot see or appreciate my beauty there. So it's a wonderful story. And friends, be in love. Love everyone. Always love. Okay. Carry on. Thank you. So ഇവിടെ Thank you so much, ചേച്ചി. സുധീഷിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. സുധീഷ് Thanks a lot. പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് കാണുമല്ലോ അല്ലേ? ഞാനിവിടെ റെക്കോർഡ് ഓൺ ചെയ്ത് വർക്ക് ചെയ്തില്ല. ഇല്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ. സോ വൺസ് മോർ താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. നമുക്ക് പൗലോ കൊയ്ലോയുടെ സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു സെഷൻ നമുക്ക് നടത്തിക്കണം അല്ലേ? ആവശ്യമല്ലേ? അപ്പൊ സോ ഇനി ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു പൗലോ കോലിയോ എന്താണ് കോയിലോ ചെയ്യാമേ. നമ്മള് ഈ സിനിമയിൽ ഇന്നസെന്റ് പറയുന്ന പോലെയാണ്, ഒന്ന് നിർബന്ധിച്ചാൽ ചിലപ്പോൾ ചെയ്യും. നമ്മൾ നിർബന്ധിച്ച് നോക്കാം. റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ? റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. റെക്കോർഡ് ചെയ്തോ? ചേച്ചിയുടെ പൊട്ടിലൊന്ന് നോക്കി.
റെക്കോർഡ് ബട്ടന്റെ അതേ പ്രതീതി. റെക്കോർഡ് ബട്ടന്റെ സെയിം സിമ്പിൾ അല്ലേ? സോ എനിക്ക് സുധീഷ് ചെയ്ത റെക്കോർഡ് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഞാൻ അയച്ചുതരാം. അപ്പൊ സുധീഷ് റെക്കോർഡ് ബട്ടൺ തെറ്റിപ്പോയോ? എന്ത് രേഖ പറഞ്ഞു കേട്ടില്ല. സുധീഷ് റെക്കോർഡ് ബട്ടൺ തെറ്റിപ്പോയോന്ന്? ഇല്ലില്ല, ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാ. രേണു അവിടെ നിന്ന് മാറിയിരിക്കുക. സുധീഷ് ശരിക്കും റെക്കോർഡ് ചെയ്യട്ടെ. റെക്കോർഡ് ചെയ്യാറില്ല. Wow. Rohit, Andy. നെറ്റ്വർക്ക് നല്ല അൺസ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. So today's session നെറ്റ്വർക്ക് ഭയങ്കര ഞാൻ മ്യൂട്ട് ചെയ്യാണ്. എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ട് ചെയ്യാണ്. സോ ആ വീഡിയോ കൂടി മ്യൂട്ട് ചെയ്യാൻ പറയുമോ സർ? എല്ലാവർക്കും വീഡിയോയും കൂടി മ്യൂട്ട് ചെയ്യാം. സോ ടുഡേസ് ഹാർട്ടിനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ബട്ട് തീർച്ചയായിട്ടും അതിന്റെ ചില ആസ്പെക്ട്സ് നമ്മൾ സ്ലൈഡ്സിലൂടെ പോകുന്നുണ്ടാവും. ബട്ട് സെയിം വേ ഇന്ന് ഒരു ഗ്രേറ്റ് മാസ്റ്റർ, വെറും ഗ്രേറ്റ് പോരാ, ഗ്രേറ്റ് 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 മാസ്റ്റർ, ദാറ്റ് ഈസ് ശ്രീ ശങ്കരാചാര്യ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഹൈറ്റൻഡ് അവയർനെസ് റീച്ച് ചെയ്ത്, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരുപാട് ലൈഫ് ടൈം സാധന, എഫേർട്ട് എല്ലാം, അതിനെല്ലാത്തിനെയും നമ്മൾ ഈ നിമിഷം എന്താ പറയാ, റെസ്പെക്ട് എന്ന വാക്കിൽ ഒഴുകുമെന്നറിയില്ല, ഡിവോഷണലി കാണുക. സോ അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് ആശയങ്ങൾ ഇന്നും എന്താ പറയാ, പഠിക്കും തോറും തീരാത്തത്ര. നമ്മൾ സാഗരം എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതിൽ നിന്നും ഒരു കൊച്ചു ആശയം, അത് ഫോർവേഡ് ഹാർട്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയുകൊണ്ട് മാത്രം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ആശയമാണ്. ആക്ച്വലി ഈ ടോപ്പിക്കിന്റെ ഭാഗമല്ല, ഇന്ന് രാവിലെയാണ് ഈ ഒരു ആശയം, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ എന്നുള്ളത് ശരിക്കും ഞാൻ അറിയുന്നത് ഇന്ന് രാവിലത്തെ പത്രത്തിലെ ഫ്രണ്ടില്ല. അതായത് ഞാൻ പത്രം പൊതുവെ വായിക്കാറൊന്നുമില്ല. പാലെടുക്കുന്ന സമയം അവിടെ കിടന്ന പത്രം എടുത്തപ്പോഴാണ് ശങ്കരാചാര്യരുടെ ജയന്തി എന്നുള്ള അറിയുന്നത്. നോർമലി എല്ലാം ഈ ഒരു കൊച്ചു തലയ്ക്കകത്തെടുത്ത് വെക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് റെസൊനേറ്റ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലേസ് ചെയ്തു. അറ്റ് ദി സെയിം ടൈം ശങ്കരാചാര്യരുടെ ഈ കൺസെപ്റ്റോടെ പ്ലേസ് ആകുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഷട്ട് സമ്പത്ത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങൾ, ആ ആശയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മുടെ സോളിന്റെ ജേർണിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഉപയോഗിക്കേണ്ട, അതായത് സാധന ചതുഷ്ടയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ടോപ്പിക്. അതിനകത്ത് വരുന്നത് വിവേകം, വൈരാഗ്യം ഒക്കെ വരുന്നതിനോടൊപ്പം വരുന്ന ഒരു ടേമാണ് ഷട്ട് സമ്പത്ത് എന്ന് പറയുന്നത്. ഈ 6 പ്രാക്ടീസിൽ ഫസ്റ്റ് എന്ന് പറയുന്ന സമ, സെക്കൻഡ് ഈസ് ധമ, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാന. ഈ 6 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഫോർവേഡ് ഹാർട്ട് ബ്ലോക്ക്ഡ് ഹാർട്ടിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സമ മീൻസ് വി നീഡ് ടു റീഡയറക്ട് അവർ മെന്റൽ എനർജി. നമ്മൾ ഓരോ സമയവും നമ്മൾ ഫോർവേഡ് ഹാർട്ടിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഇനിയിപ്പോ അടുത്ത ഫോർവേഡ് ഹാർട്ടിന്റെ സ്ലൈഡ്സ് ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സമയെല്ലാം തോന്നുന്നു എനിക്ക്, ഞാൻ കേട്ടുള്ളത് ശമം, ശമം, ശമധമം ആണ്. ശമം, ഓക്കേ, എനിക്ക് തോന്നുന്നു മീൻസ് അവിടെ ഒരു കുത്തുണ്ട്. ഓക്കേ ഓക്കേ, താങ്ക് യു ആൻഡി, താങ്ക് യു. ശമം, യെസ്, ശമം ധമം. ഓ, താങ്ക് യു ഫോർ കറക്റ്റിംഗ്. ആക്ച്വലി ശമം മീൻസ്, ആക്ച്വലി നമ്മൾ എന്താ പറയാ, ക്ഷമ എന്ന് പറയുന്ന ആ അർത്ഥമല്ല വരുന്നത് ഇവിടെ. മെന്റൽ എനർജീസ്, നമ്മളിൽ ഉണ്ടാവുന്ന മൈൻഡിന്റെ എനർജീസ്.
ശരിക്കും പഴയ മാസ്റ്റേഴ്സ് വളരെ ശക്തമായി പറയും കൺട്രോൾ യുവർ മെന്റൽ എനർജി എന്ന് പറയും. ബട്ട് ലേറ്റർ ആൻഡ് ലേറ്റർ എന്താ പറയാ വളരെ ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കിയപ്പോഴാണ് തിരിച്ചറിയുന്നത് അവരുദ്ദേശിക്കുന്ന കൺട്രോൾ എന്ന് പറയുന്ന ഒരു സപ്രഷൻ അല്ല, എന്തിനെങ്കിലും സപ്രസ് ചെയ്യാന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. കാരണം കൺട്രോൾ പലരും തെറ്റിദ്ധരിച്ച് അതിശക്തമായ സപ്രഷനിലേക്ക് പോകും. ഇപ്പൊ നെഗറ്റീവ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, അപ്പൊ തൊട്ട് നെഗറ്റിവിറ്റി എല്ലാം സപ്രസ് ചെയ്യും. എന്ത് പറ്റും? വാട്ട് ഈസ് ചെയ്തു. അതാണ് നമ്മൾ പലപ്പോഴും എന്താ പറയുക പല മഹർഷിമാരുടെയും കഥകളിൽ കേട്ടിട്ടുള്ളത്. അവര് സപ്രസ് ചെയ്തു വെച്ച ആങ്കർ വൺ ഡേ എല്ലാ സ്പീഡിലും പുറത്തേക്ക് വന്ന് അവര് എന്താ പറയാ കമണ്ടലൂന്നെടുത്ത് ശപിച്ച് എല്ലാം ഭസ്മമാക്കുന്നതെല്ലാം സപ്രഷന്റെ റിസൾട്ട് ആണ്. സോ സപ്രഷൻ അല്ല. സോ ഇന്നിപ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൺട്രോളിങ് എന്ന വാക്കെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അതൊരു എന്താ പറയുക ഒരു ലാംഗ്വേജ് സെറ്റ് ആയിപ്പോയി, ലിംഗ്വിസ്റ്റിക്കലി അത് സെറ്റ് ആയിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് മീൻസ് സപ്രഷൻ. അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു വെക്കുക, നമ്മളെവിടെയെങ്കിലും അടക്കിയിടുക, പൂട്ടിയിടുക, ട്രാപ്പ് ചെയ്യപ്പെടുക. സോ ആക്ച്വലി മെന്റൽ എനർജിയെ ട്രാപ്പ് ചെയ്യാനല്ല, മെന്റൽ എനർജിയെ റീഡയറക്ട് ചെയ്യാനാണ്. നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് മറ്റ് തലങ്ങളിലേക്ക് അതിനെ ട്രാവൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ മൈൻഡിനെ നമ്മളിപ്പം ഒരു ലോവർ തലത്തിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഹയർ തലം, അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത മിറർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ വേറൊരാളിൽ കാണുന്ന മോശം അല്ലെങ്കിൽ അതിനോടൊരു അസ്വസ്ഥത തോന്നുമ്പം ഇതിന്റെ എനർജിയെ നമ്മളിലേക്ക് റീഡയറക്ട് ചെയ്യുമ്പോൾ ഇതപ്പോ എന്നിലെ എന്ത് കാണിക്കാനാണ്? ആം ഐ ഡിനൈ ചെയ്ത് ഏതെങ്കിലും ആസ്പെക്ട് ആണോ? ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇപ്പൊ പഞ്ച്വൽ ആയിട്ടുള്ള ഒരാൾക്ക് പൊതുവെ പഞ്ച്വൽ അല്ലാത്ത ഒരു സ്പൗസിനെ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? പക്ഷെ പലപ്പോഴും ഈ പഞ്ച്വൽ എന്ന് പറയുന്ന സാധനം ആ വ്യക്തി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കുട്ടിക്കാലത്ത് ചിലപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ തല്ലിയതോടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും ഈ പഞ്ച്വൽ എന്ന് പറയുന്ന ആസ്പെക്ട്. അല്ലാതെ നമ്മളതിന്റെ ഒരു നല്ല വശത്തെ അല്ലെങ്കിൽ എന്താ പറയുക ടൈമിന്റെ വാല്യൂ മൂല്യത മനസ്സിലാക്കിയിട്ടായിരിക്കില്ല. സോ ആ മൂല്യത മനസ്സിലാക്കാനാണ് ഈ ചലഞ്ച് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളിൽ ആ മൂല്യത മനസ്സിലാക്കാതെ ഒരു എന്താ പറയുക ഒരു ഓട്ടോ പൈലറ്റ് അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ആയിട്ട് നമ്മൾ അനുസരിക്കുകയാണ്. അങ്ങനെ അനുസരിക്കുന്ന ഏത് കാര്യങ്ങളിലും അതിന് ഓപ്പോസിറ്റ് ആര് കാണിച്ചാലും നമുക്ക് കമ്പാഷനേറ്റ് ആവാൻ പറ്റില്ല, നമുക്ക് ദേഷ്യം വരും. ഇപ്പൊ പല ആളുകൾ എന്നോട് പറയാറുണ്ട്, അതായത് ഞാൻ സിഗരറ്റ് വലി നിർത്തി അല്ലെങ്കിൽ ഞാൻ മദ്യപാനം നിർത്തി, പക്ഷെ എന്റെ മുമ്പിൽ ഇരുന്ന് ആരെങ്കിലും ഇത് ചെയ്താൽ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുന്ന ആള് റിയലി അത് റീഡയറക്ട് ചെയ്തിട്ട് സംഭവിച്ചതല്ലത്. റീഡയറക്ട് ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന ഒരാള് സ്മോക്ക് ചെയ്താലോ അയാൾ ഡ്രിങ്ക് ചെയ്താൽ പോലും അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അയാളോട് നമ്മൾ ഇൻസ്പയർഡ് ആയ ചില കാര്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ടാണ് നിർത്തിയത്, നമ്മൾ എങ്ങനെയൊക്കെ ഇത് നിർത്താൻ സാധിച്ചു, നമ്മളെ സഹായിച്ച കാര്യങ്ങൾ എന്താണോ, ഇത് നമുക്ക് അനായാസേന ഷെയർ ചെയ്യാനുള്ള ഒരു വേദിയായി മാറും അത്. സോ സമം മീൻസ് നമ്മുടെ മെന്റൽ എനർജീസ് വളരെ പ്രോപ്പർ ആയിട്ട് റീഡയറക്ട് ചെയ്യുക. ദെൻ കംസ് ധമം, നോട്ട് സമം, ക്ഷമം, സോറി. ധമം മീൻസ് നമ്മുടെ ഫിസിക്കൽ എനർജീസിനെ റീഡയറക്ട് ചെയ്യുക. പലപ്പോഴും ഫിസിക്കൽ എനർജീസ് നമ്മുടെ ബോഡി ലെവലിൽ നമ്മളിപ്പോൾ ഒരിടത്ത് അടങ്ങിയിരിക്കുകയാണ്, ഇപ്പൊ നമ്മളിവിടെ മെഡിറ്റേഷൻ ഇരിക്കുകയാണ്, ഈ സമയം ഫിസിക്കൽ എനർജി ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്ത് ഗ്രൗണ്ടഡ് ആവേണ്ട എനർജിയാണ്. പക്ഷെ നമ്മളുടെ മനസ്സ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്ലാനിങ്ങിലോ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെന്നോ ഉള്ള ഇങ്ങനെ ചിന്തകളിൽ ഇരിക്കുന്ന സമയം നമ്മുടെ കാലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലുകൾ റെസ്റ്റ്ലെസ് ആവും, എല്ലാ ബോഡിക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും വെറുതെ ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പം നിങ്ങളെ ഒരു ആനയായിട്ട് ഓടിക്കുന്നു, ഇത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി റെസ്റ്റ്ലെസ് ആവും, ബോഡി ഡിസ്റ്റർബ്ഡ് ആവും. ബിക്കോസ് അവിടെ നമ്മൾ ഈ ധമം പ്രാക്ടീസ് നമ്മുടെ ബോഡിയെ സെറ്റിൽ ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ യോഗയില് ശവാസനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പല ആളുകളും പറയും ശവാസനം എന്ന് ഉള്ള ക്ലാസ്സുകൾ, പണ്ട് ആദ്യകാലത്ത് ഞാൻ ഈ ശവാസനം, ബിക്കോസ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആസനമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ പവർഫുൾ എക്സ്പ്ലോറേഷൻ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും വിചാരിക്കും ഇത് സിമ്പിൾ ആണ്, കിടക്കുക, കണ്ണടയ്ക്കുക, ഉറങ്ങുക. അതല്ല, വളരെ കോൺഷ്യസ് ആയി അവെയർ ആയി നമ്മുടെ ബോഡിയിലേക്ക് മാത്രം ഒബ്സർവ് ചെയ്യും തോറും ബോഡിയുടെ സെൻസേഷൻസ്, ബോഡിയുടെ പല ആസ്പെക്ട്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ നീണ്ടു നിവർന്ന് ഉറങ്ങാതെ നമുക്ക് അങ്ങനെ അതിൽ അറ്റൻഡ് ചെയ്യുന്ന സമയം ഒരുപാട് ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് നമ്മളിൽ കടന്നു വരും. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ധമം എന്ന് പറയുന്ന പ്രാക്ടീസ്. അതായത് നമ്മളൊരു ഫിസിക്കൽ റീഡയറക്ടിങ് എനർജി പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിക്ക് എപ്പോഴും എന്തിന്റെങ്കിലും പുറകെ കാണുന്നതിന്റെ ഒക്കെ പുറകെ ഫിസിക്കൽ ബോഡിക്ക് ഒരു ഹാബിറ്റ്സ് ഉണ്ട്, ക്രേവിങ്സ് ഉണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന ഒരാളാണ്, സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന ആളാണ്, സ്ഥിരമായിട്ട് എന്തെങ്കിലും സിനിമ കാണുന്ന ആളാണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് മൊബൈലിൽ കളിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ബോഡിയാണ് അതിലേക്ക് ഓടുന്നത്. അല്ലെങ്കിൽ ഫിയർ, ഒരു ബൗബോയെ കണ്ടു, ഒരു ഡോഗിനെ കണ്ടു, ഈ പേടിക്കുന്നത് ബോഡിയാണ് ഇമ്മീഡിയറ്റ്ലി പേടിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുന്നില്ല അത് കടിക്കുന്നതാണോ, സ്നേഹിക്കുന്നതാണോ, അത് നല്ല ലാബാണോ, അത് നല്ല എന്താ പറയാ
എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഏതെങ്കിലുമൊക്കെ നല്ല ഇനം, നല്ല സ്നേഹമുള്ളതാണോ എന്ന് ചിന്തിക്കാതെ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഇരിക്കുമ്പം പ്രസന്റിൽ ബോഡി ഇരിക്കാൻ തുടങ്ങും. പലപ്പോഴും നമ്മുടെ ബോഡി തന്നെ അതിനുള്ളിൽ കിടക്കുന്ന സെല്ലുലാർ മെമ്മറിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ദെൻ കംസ് ഉപരതി. ഉപരതി മീൻസ്, രതി എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് പ്ലഷർ സീക്കിംഗ് ആണ്. ആ പ്ലഷർ സീക്ക് ചെയ്ത് സഞ്ചരിക്കുന്നതിനെ ഒരു കാലഘട്ടത്തിലെങ്കിലും അതിനെ റീഡയറക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകൾ പറയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ഇന്ന് കടന്നു വന്ന ടോപ്പിക്കും റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിൽ പല ആളുകളും, എനിക്ക് ഒരുപാട് പേര് കൗൺസിലിംഗിലായിട്ടാണെങ്കിലും സെഷൻസിൽ വന്നിട്ടുള്ളിടത്ത് ഏറ്റവും ഇഷ്യൂ എന്ന് പറയുന്നത് ഓവർ എക്സ്പോഷർ ടു സെക്ഷൽ എനർജിയാണ് അവരുടെ ലൈഫിനകത്ത്. എന്ന് വെച്ചാൽ അതൊരു എന്താ പറയാ, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക എന്ന് പറയുന്ന പോലെ ഒരു ആസ്പെക്റ്റായി മാറുന്ന പല ഫാമിലി ലൈഫുണ്ട്. ഇറ്റ്സ് എ കമ്പൽസറി. കല്യാണം കഴിച്ചാൽ പിന്നെ ഇതാണ് ലൈഫ്. ദാറ്റ്സ് നോട്ട് ദി ട്രൂത്ത്. നമ്മൾ ആ എനർജിയെ അറിയാനും അതിനെ അടുത്ത ലെവലിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടതാണ് ഉപരതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുമിച്ച് കിടന്നുറങ്ങാൻ മാത്രമല്ല, ചില സമയം മാറി സെപ്പറേറ്റ് ആയിട്ട് കിടക്കാനും മാറാനും, ഞാൻ പറയുന്ന ഒരു ഫിസിക്കൽ ബൗണ്ടറിയിൽ മാത്രമല്ല, ഇമോഷണലി എനർജറ്റിക്കലി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും ഫിസിക്കലി ദേ ആർ എന്താ പറയാ എവേ ഫ്രം ഡിഫറെന്റ് തിങ്സ്. ഫിസിക്കൽ ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പല ആളുകളും എന്താ പറയാ, നമുക്കിപ്പോ ഒന്ന് ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രോൺ വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ മനസ്സിട്ട് അത് കണ്ട് ഈവൻ ഫിസിക്കലി പോലും ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് ഉപരതി എന്ന പ്രാക്ടീസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോ ഇത് ഉപരതി ഇല്ലെങ്കിൽ നമ്മുടെ ഫോർവേഡ് ഡയമെൻഷൻ എപ്പോഴും സ്റ്റോപ്പ് ആയി പോകും. ഫോർവേഡ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഹാർട്ടിന്റെ പർപ്പസ് തന്നെ earthly realm എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഹാർട്ടാണ്. ഇറ്റ്സ് എ ഹാർട്ട് വിച്ച് ഹെൽപ്പ് us ടു എക്സ്പ്ലോർ ദിസ് earthly realm. അവിടെ നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ദെൻ കംസ് തിതിക്ഷ. തിതിക്ഷ എന്ന് പറയുന്നത് എസ്പെഷ്യലി ദോസ് ഹൂ എവർ കം ഇൻ ദി സ്പിരിച്വൽ പാത്ത്, ഏതോ ഒരു വിശ്വാസത്തിലാണ്. അതായത് ഓക്കെ, ഞാൻ സ്പിരിച്വൽ പാത്തിൽ വന്നാൽ അടുത്ത ദിവസം മുതൽ there is no pain. Yes, there is no suffering. That's the truth. സഫറിങ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. ആ സഫറിംഗിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ബട്ട് there is a pain. പല പെയിനുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു 4 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് ഒരിടത്ത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ മീൻസ് ഇറ്റ്സ് എ പെയിൻ അല്ലെ? എളുപ്പമല്ലല്ലോ അത്. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ചു നേരം ഒരേ പോസ്റ്ററിൽ അങ്ങനെ ഒരു മണിക്കൂർ ഇരിക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ ഇരിക്കുന്നു, ഇറ്റ്സ് എ പെയിൻ. പക്ഷെ ആ പെയിൻ ചെയ്യുമ്പോൾ സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു റിസൾട്ട് കോൺഷ്യസ് ആണെങ്കിൽ, തിതിക്ഷ മീൻസ് പേഷ്യൻസ്. തിതിക്ഷ പ്രാക്ടീസ് ചെയ്യാത്തവരിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇഷ്യൂ, വളരെ റീസെന്റ് പോലും ഞാൻ ചില വ്യക്തികളിൽ കാണുകയും എനിക്ക് വളരെ മയമായിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. തിതിക്ഷയുടെ വേറൊരു ഇഷ്യൂ ആണ്, ഒരു ദിവസം നമ്മൾ ഒരു പ്രോസസ്സ് കടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇനഫ് ടൈം ഫോർ അസിമുലേഷൻ എല്ലാത്തിനും നൽകണം. ദാറ്റ് ഈസ് തിതിക്ഷ. അസിമുലേഷൻ ഇല്ലാതെ വൺ പ്രോസസ് ആഫ്റ്റർ അനദർ പ്രോസസ് ഒരു ദിവസം നമുക്ക് ആകെ 24 hours ഇടയിൽ നമ്മളൊരു എന്താ പറയുക ഒരു 5 ഡിഫറെന്റ് തരത്തിലുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സുകളും, എസ്പെഷ്യലി ഹെവി പ്രോസസ്സ്. ജസ്റ്റ് എന്താ പറയുക അനാപാനാസതി മെഡിറ്റേഷൻ നമ്മൾ ഒരു 6 മണിക്കൂർ ചെയ്താലും ഇറ്റ്സ് അതും പലതും എന്താ പറയാ ഒരു ബന്ധമില്ലാതെ പോകുന്നത്. കുറച്ചു നേരം കുണ്ടലിനി യോഗ ചെയ്തു, കുറച്ചു കഴിഞ്ഞപ്പോൾ ഇമോഷണൽ റിലീസിൽ പോയി, കുറച്ചു നേരം എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്തു. ഇങ്ങനെ നമ്മൾ എന്താ പറയാ അതിലേക്ക് ക്രേവ് ചെയ്ത് അതിലേക്ക് എന്താ പറയുക ഇൻഡൾജ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ, ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ റീസെന്റ് ഒരാൾ കണ്ടതാണ്, ആ വ്യക്തി എന്താ പറയാ ആ വ്യക്തി മെന്റലി ഡൗൺ ആയിരിക്കുകയാണ്. ഒരു പ്രത്യേക തരം മാനസിക നില, ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് തിതിക്ഷ. വൺ ആൻഡ് അനദർ ഇഷ്യൂ ഓഫ് തിതിക്ഷ ഞാൻ വീണ്ടും റീസെന്റ് കണ്ട ഒരു ഇഷ്യൂ ആണ്, തിതിക്ഷയെ കണ്ടതാണ്. അതായത് ഇപ്പൊ നമ്മൾ മാസ്റ്റേഴ്സിന്റെ ആസ്ട്രൽ ട്രാവൽ വായിക്കുന്നു, പലതും വായിക്കുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മുടെ മൈൻഡ് കൊണ്ട് വെറുതെ പ്രൊജക്ട് ചെയ്ത് ട്രാവൽ ചെയ്തിട്ട് ഇതില് നമ്മൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ്. ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത മുഴുവനും എക്സ്പീരിയൻസിനെ വാല്യൂ ചെയ്യുന്നതാണ്. ഇന്നലെ ഷെയർ ചെയ്തത് നമ്മുടെ ഓരോ മൈന്യൂട്ട് എക്സ്പീരിയൻസിനെ വാല്യൂ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടേതല്ലാത്ത എക്സ്പീരിയൻസസിനെ തിരിച്ചറിയാനും നമ്മൾ പഠിക്കണം. എന്ന് വെച്ചാൽ വെറുതെ എന്താ പറയാ ഒരു വ്യാമോഹമായി മാറരുത്. നമ്മൾ എവിടെയെങ്കിലും ചുമ്മാ സഞ്ചരിച്ചു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അവസ്ഥയല്ല. എല്ലാത്തിലും ഇപ്പൊ സ്പിരിച്വലി ഇറങ്ങി പിന്നെ എവരി മൂമെന്റ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡ്വെൽ ചെയ്തിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഡ്വെൽ ചെയ്യുന്ന വ്യക്തികളും കുറച്ച് കഴിയുമ്പോൾ ഇംബാലൻസ് ആവും. അവർക്ക് തന്നെ തോന്നും, ഇനി ഞാൻ ശരിയാണോ, ഞാൻ തെറ്റാണോ, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലാണോ, ഇതാണോ റൈറ്റ്. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും.
Then comes ശ്രദ്ധ. ഇവിടെ ശ്രദ്ധ കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത് ശ്രീ ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്ന ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോൺസെൻട്രേഷനോ ഒരു അറ്റൻഷനോ ലെവലിലല്ല ഉദ്ദേശിക്കുന്നത്. ഹയസ്റ്റ് ഫെയ്ത്ത്. തിതിക്ഷ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവണം. അതായത് നമുക്ക് വരേണ്ടത് എന്താണോ അത് നമുക്ക് കൃത്യമായ സമയത്ത് ഫോൾ ഇൻ ഡൗൺ ചെയ്യും. ഇപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ ആദ്യമേ ഷെയർ ചെയ്തു, ഞങ്ങളുടെ ഈ റിലേഷൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 6 ലൈഫ് മിനിമം ആയിക്കോണം. ദിസ് ഇസ് 7th ലൈഫ്. ഫാമിലി ലൈഫിൽ ഒന്നുകിൽ ഞാൻ ആദ്യം പോവും, ഇല്ലെങ്കിൽ പുള്ളിക്കാരി ആദ്യം പോവും. എസ്പെഷ്യലി ഞങ്ങൾ 3 എന്ന് പറയുന്നത് മോൻ ഉൾപ്പെടെ വരുന്ന ലൈഫിനകത്ത് അതിനകത്ത് പെയിൻസ്, അതിനകത്ത് ഇഷ്യൂ. പക്ഷെ അതിൽ നിന്നെല്ലാം മനസ്സിലായ ഒരു ലെസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ട ലൈഫ് ടൈമിൽ ഒന്നും നമ്മളൊരു സ്പിരിച്വൽ എക്സ്പ്ലോറേഷനിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ഖന, പേന, സോന, ലക്ഷറി, പ്ലഷർ, ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഡയമെൻഷൻ മാത്രം, ഒരു മിഡിൽ പാത്തിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതും ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നതും മിഡിൽ പാത്ത് ഞാൻ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ മിഡിൽ പാത്ത് മറന്നു പോകും. നമ്മൾ ഡേ ടു ഡേ ലൈഫിനകത്ത് ലോജിക്കലി അതിനകത്ത് സെറ്റിൽ ഡൗൺ ചെയ്തു പോകും. പക്ഷെ അവിടെയാണ് പലപ്പോഴും ആ ഒരു പെയിൻ വരും, എഗെയിൻ നമ്മളെ റിമൈൻഡ് ചെയ്യും. സോ ആക്ച്വലി ഇന്ന് നമ്മളെ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു റിമൈൻഡർ ഇല്ലാതെ, ഒരു എന്താ പറയുക, ഒരു ടെറിബിൾ റിമൈൻഡർ ഇല്ലാതെ നിങ്ങളിൽ പല ആളുകൾക്കും ഇതിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. സോ ശ്രദ്ധ മീൻസ് ഹയസ്റ്റ് ഫെയ്ത്ത് ആണ്. പല കാര്യങ്ങളും നമ്മളിപ്പം ഈ ലൈഫ് ടൈമിൽ നടന്നില്ല എങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈമിൽ നടക്കും. ഇപ്പൊ ചില മാസ്റ്റേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങൾ തിതിക്ഷയുള്ള ഒരാളാണ്, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും ഓക്കെ ദിസ് ലൈഫ് ടൈം നിങ്ങൾ എൻലൈറ്റൻഡ് ആവും എന്നൊന്നും വിചാരിക്കണ്ട, ബട്ട് കമ്മിങ് ലൈഫ് ടൈം യു ഡെഫിനറ്റ്ലി റീച്ച് ദെയർ. അതിന്റെ അർത്ഥം ഇനി അടുത്ത ലൈഫ് ടൈമിലാണ് എൻലൈറ്റ്മെന്റ് എങ്കിൽ ഓക്കെ ഇനി അടുത്ത ലൈഫിൽ ഞാൻ വരാം. ഇപ്പൊ പണ്ട് എന്റെ ചേട്ടൻ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിംഗിന്റെ ഒരു കഥയുണ്ട്. ആക്ച്വലി ഈ സിംഗിന്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഗ് ഒരു എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു വീടാണ് നോക്കുന്നത് താമസിക്കാൻ വേണ്ടി. അപ്പൊ എയർപോർട്ടിന്റെ അടുത്ത വീട് നോക്കുന്ന സമയം ഈ ഓണർ പറയും ഈ ഏരിയയിൽ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും ഈ പ്ലെയിൻ വന്നു പോകുന്ന ശബ്ദമുണ്ടാകും. എന്നിട്ട് അതേ ഓണർ പറയും ഈ ശബ്ദം ഒരാഴ്ച ഉണ്ടാവും, അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് ശീലം ആയിക്കോളും, അല്ലെങ്കിൽ അതങ്ങ് ഓക്കെ ആയിക്കോളും. അദ്ദേഹം ശീലമാവും എന്നുള്ള വാക്കല്ല ഉദ്ദേശിക്കുന്ന ഓണർ, ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും, ഒരാഴ്ച വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ ഈ സിംഗ് പറയും എന്നാ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുന്ന പോലെ നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ എന്നാ പിന്നെ ഞാൻ ഇനി അടുത്ത ലൈഫിൽ സാധന ചെയ്യാം, ദെൻ അതിന്റെ അടുത്ത ലൈഫിൽ അത് സംഭവിക്കുള്ളൂ. സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ വി നീഡ് ശ്രദ്ധ, ഫെയ്ത്ത് ഉണ്ടാവണം. കാരണം വെച്ചാൽ ഉടനെ ലൈഫിൽ അങ്ങ് ചേഞ്ച് ആവും. നോ, certain തിങ്സ് ചേഞ്ച് ആകുന്നുണ്ട്. അതിന്റെ അർത്ഥവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ചേഞ്ച് ആവുന്നത് പല പല കാലഘട്ടങ്ങളിലായി നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ സാധന ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ തന്നെ നിങ്ങളിൽ പല ആളുകളും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതായത് ഞാനൊരു ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി എന്നിൽ ഷിഫ്റ്റ് ഉണ്ടായത് അവരുടെ സോൾ ജേണിയുടെ ഗുണം കൂടിയാണ് അതിനകത്ത്. അല്ലാതെ ജസ്റ്റ് ഒരു പ്രോസസ് കൊണ്ട് മാത്രമല്ല, അവരുടെ സോള് ആ ലൈറ്റിൽ ഹീൽ ചെയ്യുന്ന ലെവലിൽ ഡെവലപ്പ് ചെയ്തു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ലൈഫിലെ പല ഹീലിംഗിൽ നടത്തിയിട്ടുള്ളപ്പോഴാണ്. ഇപ്പൊ എന്റെ വൈഫിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ അത് സ്പോണ്ടേനിയസ്ലി ഹീൽ ചെയ്യും. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു പ്രോസസ് എല്ലാം ഹീലാവും. പല ആളുകളെ ഹീൽ ചെയ്യുമ്പോൾ ചിലർക്ക് ഹീലാവില്ല, ചിലർക്ക് ഒരുപാട് വൈകും. ബിക്കോസ് അവർക്ക് ഒരുപാട് ലെസൺസ് അതിനകത്തുനിന്ന് പഠിക്കാനുണ്ടാവും, ഒരുപാട് ആസ്പെക്ട്സ് അതിനകത്തുനിന്ന് എടുക്കാനുണ്ടാവും. സോ ആ ഒരു എന്താ പറയാ ഒരു തിതിക്ഷ, ഒരു പേഷ്യൻസ് ഉണ്ട്, അറ്റ് ദി സെയിം ടൈം ശ്രദ്ധ, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫോർവേഡ് ഹാർട്ടിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും എൻജോയ് ചെയ്യാനും സാധിക്കുള്ളൂ. ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് സമാധാന. സമാധാന മീൻസ് കാം ആൻഡ് ക്വയറ്റ് റിലാക്സ്ഡ് അല്ല, ഇക്വാലിറ്റി. ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ മനസ്സിലാക്കുക. ഈക്വൽ സ്പേസ് ആണ് ഞാൻ പറയുന്നത്. ഇക്വാലിറ്റി ഇൻ ദി സെൻസ്, ഇക്വാലിറ്റിയിൽ ആക്ച്വലി ഹൈറാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ വിചാരിക്കാം ഹൈറാർക്കി ഇക്വാലിറ്റി എങ്ങനെ ബാലൻസ് ആവും. നമുക്ക് നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ ആലോചിച്ച് നോക്കൂ, നമ്മളും അവരും സെയിം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് അവരുടെ പ്രായത്തിൽ എത്തുമ്പോഴാണ് ആ സെയിം ആവുന്നത്. അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൽ പലതും സെയിം ആയിരിക്കും, ബട്ട് സ്റ്റിൽ എക്സ്പീരിയൻഷ്യലി ട്രാവൽ ചെയ്യുന്ന സമയം ഒരു ഹൈറാർക്കി അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങളിൽ പല ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടാവും, ചില ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത ആൾ മനസ്സിലാവേണ്ടത്, എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ആളുകൾ അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഒരു പാത്തിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അവർ ഫ്രൂട്ട് ഉള്ളത്. നേരെ ജസ്റ്റ് ചില ആളുകൾ ജസ്റ്റ് ലൈഫിൽ വന്നു. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ നേരെ ക്രിക്കറ്റ് വരുന്നു, മാസ്റ്റർ ആവുന്നു. നമ്മൾ വിചാരിക്കും ഓക്കെ സച്ചിൻ തെണ്ടുൽക്കർ ഈസ് ബോൺ വിത്ത് സം ഈവൻ എന്താ പറയാ
ഹെൻറി ഫോർഡ് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏറ്റവും ട്രൂത്ത് എന്ന് പറയുന്നത്. ദർ ഈസ് നത്തിങ് കോൾഡ് ടാലന്റ്. ടാലന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഈ ലോകത്തില്ല. നമുക്കൊരു രസത്തിന് പറയാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു സാധനം ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓൺലി തിങ് എക്സിസ്റ്റിംഗ് ഈസ് എക്സ്പീരിയൻസ്. എങ്കിൽ ഇനി ടാലന്റ് എക്സ്പീരിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദൈവം എന്ന് പറയുന്ന ഒരാൾ ഏറ്റവും എന്താ പറയുക ഒരു പക്ഷാഭേദിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷിക്കേണ്ട ഒരാളാണെന്ന് ഞാൻ പറയേണ്ടി വരും. പക്ഷെ ദൈവം അങ്ങനെ ആയിരിക്കുമോ? ഒരു ഗോഡ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ആയിരിക്കുമോ? അദ്ദേഹത്തിന്റെ എല്ലാ ക്രിയേറ്ററിലും കുറച്ച് പേർക്കൊക്കെ ഇന്നതെടുത്തോ, കുറച്ച് പേർക്ക് ഇന്നതെടുത്തോ എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് കൂടുതൽ കൊടുക്കുകയും കുറച്ച് പേർക്ക് കുറവ് കൊടുക്കുമെന്നാണോ? നോ. നമ്മൾ വന്ന് പല ലൈഫ് ടൈമിൽ സാധന ചെയ്ത് തെറ്റ് വരുത്തി ശരിയാക്കി മനസ്സിലാക്കി ഒക്കെയാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. എൻ നമ്പർ ഓഫ് ലൈഫ് ടൈം. സോ ആ ലൈഫ് ടൈംസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അത് അറിയാതെ ആവുന്ന സമയം, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ലൈഫിൽ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഈസിലി നമ്മുടെ ടാലന്റ് എന്ന് നമ്മൾ വിശ്വസിച്ചു നമ്മൾ ആ കരിയറിൽ ഗ്രോ ചെയ്യുന്ന സമയം നമുക്ക് പല പല ലൈഫിലായി ചെയ്തു വന്നതാണെന്നുള്ള അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു വലിയ അഹങ്കാരിയായി പോകും അല്ലെ? ഒന്നുകിൽ ഒരു വലിയ അഹങ്കാരിയായി പോകും, ഇല്ലെങ്കിൽ ഒരു വലിയ ഒരു ബ്ലൈൻഡ് ദൈവവിശ്വാസിയായി പോകും. ബ്ലൈൻഡ് ദൈവവിശ്വാസിയാണ് ഞാൻ പറയുന്നത്, അവേക്കൻഡ് ദൈവവിശ്വാസിയല്ല. കണ്ണടച്ച ദൈവത്തെ വിശ്വസിക്കുന്ന അവസ്ഥ. കണ്ണടച്ച ദൈവത്തെ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുന്ന സമയം നമ്മൾ കണ്ണു തുറന്ന ദൈവത്തെ ചീത്തയും പറയും. നമ്മൾ പഴയ ഹിന്ദി സിനിമയെ കണ്ടിട്ടില്ലേ? ബെല്ലൊക്കെ എടുത്ത് അടിച്ച് ദൈവത്തെ 4 ചീത്തയൊക്കെ പറയുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത് കണ്ണടച്ചുള്ള വിശ്വാസമാണ്, ബ്ലൈൻഡ് ബിലീഫാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫും വർക്ക് ചെയ്യില്ല. സോ അവിടെയാണ് നമുക്ക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അവർ എക്സ്പീരിയൻസ്. നമ്മൾ ഈ ലൈഫിൽ ഹീലറാണ്, ഓക്കെ, വി നീഡ് ടു എക്സ്പ്ലോർ. ഞാൻ എങ്ങനെ ഹീലറായി? ഇപ്പൊ ഞാൻ യോഗയിൽ ആദ്യ കാലത്ത് യോഗ പഠിക്കുന്ന സമയം എന്റെ ഉള്ളിൽ ശക്തമായിട്ട് എന്താ പറയാ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിയുന്ന സമയങ്ങളിൽ യോഗ ആസനങ്ങളിലൂടെ പോകുമ്പോൾ എന്റെ ഒരു പാർട്ട് ഓഫ് മൈൻഡ് പറയും ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ് യോഗ, ദർ ഇസ് സംതിങ് എൽസ് ഈസ് ദർ. അപ്പൊ ആളുകൾ പറയോ നിനക്ക് വട്ടാണെന്ന് പറയും, നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നീ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ എന്തോ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കും. ഓ ഞാൻ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഈ സ്പെഷ്യൽ ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ആക്ച്വലി വി ആർ നോട്ട് സംതിങ് എന്താ പറയുക സംതിങ് സ്പെഷ്യൽ അല്ല. ആ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആസ് എ സോൾ വി ആർ സ്പെഷ്യൽ. സോ ദാറ്റ് ഈസ് യുണീക്നെസ്. ദാറ്റ് സ്പെഷ്യൽ ഈസ് യുണീക്നെസ്. ബട്ട് ആ യുണീക്നെസ് പോലും നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് നമ്മളോട് തോന്നേണ്ട യെസ് എനിക്കിത് പറ്റുന്നു. പക്ഷെ പല ആളുകളും ഞാൻ നേരത്തെ തിതിക്ഷ പറഞ്ഞ പോലെ മറ്റുള്ളവർ എക്സ്പീരിയൻസ് ആയിട്ട് ഇമീഡിയറ്റ്ലി എക്സ്പീരിയൻസിലേക്ക് ജമ്പ് ചെയ്യാൻ നോക്കും. നെവർ. ആ ഒരു ഇതല്ല. കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സർട്ടൺ തിങ് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഫാമിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യുക വിത്ത് അവയർനെസ്. നിങ്ങളൊരു കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ കടയിൽ കയറി ആ നാരങ്ങ വെള്ളം ആസ്വദിച്ച് എവറി ബിറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജന്മം പിന്നെയും നാരങ്ങ വെള്ളം അന്വേഷിച്ച് നടക്കില്ല. എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് വി ആർ ക്രേവിങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് വീണ്ടും റീലിവ് ചെയ്യുന്നതും റീവിസിറ്റ് ചെയ്യുന്നതും ടു കംപ്ലീറ്റ് ഇറ്റ്. അവിടുത്തെ ആ പെയിൻ ഓക്കെ, അവിടെ വിക്ടിം ആയിരുന്നു ഓക്കെ, അവിടെ പെർപെട്രേറ്റർ ആയിരുന്നു ഓക്കെ, അവിടെ നിങ്ങൾ എന്തും ആയിക്കോട്ടെ, അവർ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ. ഇനി ചീത്തയാണെങ്കിൽ എക്സ്പീരിയൻസ് ഇറ്റ് ഫുള്ളി. ഇല്ലെങ്കിൽ ഈ ലൈഫ് അല്ലെങ്കിൽ വേറൊരു ലൈഫിൽ നിങ്ങൾ ചീത്തയാവേണ്ടി വരും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ആളുകളും ഹയസ്റ്റ് സ്പിരിച്വൽ എവല്യൂഷന്റെ എന്താ പറയാ മലയുടെ മോളിലൊക്കെ എത്തിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു സ്ലിപ്പറി ആയിട്ട് മഴ പെയ്തപ്പോ ആ സ്ലിപ്പിൽ ചവിട്ടി നേരെ തെന്നി താഴെ വീണ് ജയിലിലൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ, പീഡനത്തിലൊക്കെ. വൈ ഇറ്റ് ഈസ് ഹാപ്പൻ ടു ദം? ബിക്കോസ് ദേ നെവർ റെസ്പെക്ട് ദെയർ സോൾ ജേർണി. അത് മനസ്സിലാക്കിയിട്ടില്ല. എന്തോ അങ്ങ് കയറി, കുണ്ടലിനി ശക്തി കയറി അങ്ങ് കയറിപ്പോയി. അങ്ങനെ ഇങ്ങനെ കയറി പോകേണ്ട ഒരു സംഭവമല്ല അത്. തിതിക്ഷ നമുക്കില്ല എങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി എവിടെയെങ്കിലും പോകും, ഓക്കെ പെട്ടെന്ന് കുണ്ടലിനി അവേക്കൻ ചെയ്യുക, അങ്ങ് കയറി പോവുക. എങ്ങനെയെങ്കിലും റോക്കറ്റ് വിട്ട പോലെ കയറിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ നേരെ താഴെ വന്ന് കുത്തനെ വീഴും. സോ വി നീഡ് ടു റെസ്പെക്ട് ഓൾ അവർ സോൾ ജേർണി. സോ സമാധാന മീൻസ് ഡെവലപ്പ് അവർ കമ്പാഷൻ ഹാർട്ട്. കമ്പാഷൻ ഹാർട്ട് എന്ന് പറയുമ്പോൾ അത് 2-way ഹാർട്ടാണത്. വൺ ഈസ് ടുവേർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരുടെ കമ്പാഷൻ തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ എക്സ്പീരിയൻസിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ദിസ് ഈസ് യുവർ എക്സ്പീരിയൻസ്. മറിച്ച് അതിനോട് ഓ അവരുടെ എക്സ്പീരിയൻസ് അവർ ഭയങ്കര സംഭവം എന്ന ഒരു ആസ്പെക്ട് അല്ല. ഓക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളത് അതിനോട് നമുക്കുണ്ട്. അവിടെ നമുക്ക് ഒരിക്കലും ഒരു ജലസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഓ അവരുടെ സംഭവം ഭയങ്കരം, അവർക്ക് അതൊക്കെ കിട്ടി, ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്നത് നമ്മൾ സെൽഫ് കമ്പാഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. സോ കമ്പാഷൻ എന്ന് പറയുന്നത് ടു അതേഴ്സ് ആൻഡ് ടു വൺ സെൽഫ്. നമ്മളോട് കമ്പാഷനേറ്റ് ആയിരിക്കുക.
അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ വലുതെന്നോ ചെറുതെന്നോ ഒരു കാലത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓരോ എക്സ്പീരിയൻസ് എന്താണ് ഇപ്പൊ കിട്ടുന്നത്, ദിസ് ഈസ് ദി റൈറ്റ് എക്സ്പീരിയൻസ്. ബട്ട് സ്റ്റിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, പല എക്സ്പീരിയൻസ് ഇത് വായിക്കുന്നത് ഇറ്റ് ഈസ് എന്താ പറയാ, നമ്മുടെ ഒരു ഹോപ്പാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കും, പോസിബിലിറ്റിയാണ്. ആക്ച്വലി ഒരു സർട്ടണിറ്റി ആണ് ഈ ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇതിന് മുമ്പേ ജീവിതം മടുത്തു പോകില്ലേ? എല്ലാം സർട്ടൺ ആണ്. രാവിലെ എഴുന്നേറ്റാൽ എന്താ പറയാ, 9 മണിക്ക് ഇന്നത് ചെയ്യുക, 10 മണിക്ക് ഇന്നത് ചെയ്യുക, 11 മണിക്ക് ഇന്നത് ചെയ്യുക, ഇങ്ങനെയാണെങ്കിൽ എത്ര നാൾ നമ്മൾ നന്നായി ജീവിക്കും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാവരും പറയും സർട്ടണിറ്റി ഉണ്ടാക്കണം, സർട്ടണിറ്റി ഉണ്ടാക്കണം. സർട്ടണിറ്റി ഉണ്ടാക്കിയാൽ മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ സൂയിസൈഡ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അൺസർട്ടണിറ്റി വേണ്ടേ? കാരണം അൺസർട്ടണിറ്റിയിലെ പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അൺസർട്ടണിറ്റിയിലെ നമുക്ക് വേറെന്തോ ക്രിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ക്രിയേറ്റിവിറ്റി ഓൾവേസ് എക്സിസ്റ്റ് ഇൻ അൺസർട്ടണിറ്റി. So uncertainty means we always dwell into unknown territory. അപ്പൊ unknown എന്ന് പറയുന്നത് ഏറ്റവും രസകരം, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് unknown. There are 3 things existing. One is known, നമുക്ക് അറിയാൻ സാധിക്കും. There is unknown, നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എൻട്രി ചെയ്യാൻ സാധിക്കും. There is unknowable, അത് ഒരു കാലത്തും അറിയാൻ സാധിക്കില്ല. നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും, അത് പൊക്കോണ്ടേയിരിക്കും. That's a universe. യൂണിവേഴ്സിനെ ഒരു കാലത്തും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. എന്തൊക്കെ ടെക്നോളജി ഇവിടെ കണ്ടുപിടിച്ചാലും മനുഷ്യൻ അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാര്യം യൂണിവേഴ്സ് ഈസ് എവർ എക്സ്പാൻഡിങ്. ഈവൻ ദൈവം, നമ്മൾ ഒരു കാലത്ത് ദൈവത്തെ പൂർണ്ണമായി റിയലൈസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളിൽ ദൈവത്തെ റിയലൈസ് ചെയ്യാനാണ് സാധിക്കുന്നത്. ആ യഥാർത്ഥ ശക്തി അതിങ്ങനെ എവർ 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 എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻലൈറ്റൻഡ് ആയി, ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന വൺ ആഫ്റ്റർ അനദർ ആഫ്റ്റർ, അല്ലാതെ എൻലൈറ്റൻഡ് ആയ ഉടനെ ലോകത്തുനിന്ന് പോവുകയല്ല ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, എന്നാൽ ഈ പ്ലെയിൻ കംപ്ലീറ്റ് ആയി, അനദർ പ്ലെയിൻ. സോ മെനി പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ്, നോട്ട് ഓൺലി ദിസ് എർത്ത് റെലം. അവിടെയും അവർക്ക് ജോലിയുണ്ട്, പണിയെടുക്കാതിരിക്കാനല്ല. പലപ്പോഴും ഭൂമിയിലെ പണി കൂടുമ്പോൾ പലരും വിചാരിക്കും, ഓക്കെ, എന്നാൽ ഭൂമിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പണിയില്ലല്ലോ. പക്ഷെ മറ്റേ സ്ഥലത്ത് എഗെയിൻ പണിയുണ്ട്. എല്ലാ പ്ലെയിനുകളിലും പണികളുണ്ട്. അത് നിങ്ങൾ ലൈഫ് ബിറ്റ്വീൻ ലൈഫിലൂടെ ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കും, പിന്നെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത പണിയാണ് അടുത്ത ലൈഫിൽ വരണമെങ്കിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടാലന്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ ഐ ആം കമ്മിങ് ആസ് എ ഡാൻസർ. അപ്പൊ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡാൻസ് സ്കൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോകും. നമ്മൾ അവിടുത്തെ എക്സ്പെർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പല സോഴ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ എക്സ്പാൻഡിങ്. ആൻഡ് അവര് നമ്മളിൽ നിന്നും കേൾക്കും. അതാണ് അവിടുത്തെ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. സമാധാന എന്ന് പറയുന്ന ആസ്പെക്ട് ഈസ് കമ്പാഷൻ എന്ന് പറയുന്നത് അതാണ്. അവിടെ കൃഷ്ണൻ വലുത്, നമ്മൾ ചെറുതല്ല. നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ കൃഷ്ണനും എക്സൈറ്റഡ് ആയിരിക്കും, ജീസസും എക്സൈറ്റഡ് ആയിരിക്കും. അല്ല, ജീസസ് ഐ ആം ദി സുപ്രീം, ഞാൻ പറയാം, നീ കേട്ടോ. ദാറ്റ്സ് നോട്ട് ദി വേ. ദേ ആർ ഹാപ്പി വിത്ത് യുവർ എക്സ്പീരിയൻസ്. നമ്മളിവിടെ ലൈഫിൽ ഇത്രയും നാളെ ജീവിച്ചു, ഞാൻ ഭയങ്കര ശാന്തസുന്ദരനായിരുന്നു, ഞാൻ ഒരു കാര്യവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ആരെയും വേദനിപ്പിച്ചില്ല. ആ സമയം അവര് സത്യം പറഞ്ഞാൽ ഭൂമിയിലെ ഭാഷയെ പറയുകയാണെങ്കിൽ അവർ കാല് മടക്കി ഒരു തൊടി വെച്ചിരുന്നു. പിന്നെ എന്തിനാടാ നിന്നെ അങ്ങോട്ട് വിട്ടെന്ന് ചോദിക്കും. നീ എക്സ്പീരിയൻസ് ചെയ്യ്. വാട്ട് എവർ ദി ഫെയിലിയർ യു എക്സ്പീരിയൻസ്, പ്ലീസ് ടെൽ us. എങ്ങനെയൊക്കെ അവിടെ ഫെയിലിയർ ആയി, എന്തിലൊക്കെ ഫെയിലിയർ ആയി? ബിക്കോസ് അവർ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സോ മെനി തിങ്സ്. So thank you for giving this opportunity to share Shat Sampad, that is Sama, Dama, Uparati, Titiksha, Shraddha, Samadhanam. And comes to forward heart. Forward heart is the driving heart. From the top, the heart shows a shape. Already ningalod paranju കഴിഞ്ഞു, ഹാർട്ടിന്റെ ഷേപ്പ്, ക്ലാസിക്കൽ ഹാർട്ടിന്റെ ഷേപ്പ്, അതിന്റെ ബ്ലെസ്സിങ് ചെയ്യുന്നത്. The heart in its fullest development is symmetrical, left and right, but the back is different. Okay, everything. ഈ ഒരു എനിക്ക് തോന്നുന്നത് എല്ലാം ഓൾറെഡി ഷെയർ ചെയ്തു. Mystics have long described. എല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞു. So characteristics. When the heart extends forward, it sends its power into life. Forward heart, അല്ലെ ഡ്രൈവിംഗ് ഹാർട്ട് ആണ് നമുക്ക് ലൈഫ് പവർ, ലൈഫ് സെസ്റ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. സെസ്റ്റ് ഫോർ ലൈഫ് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് ലസ്റ്റ് ഫോർ ലൈഫ് ആണ്. വെറും ഒരു അഭിനിവേശം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ലസ്റ്റ് എന്ന് പറയുന്നത് അതല്ല, പാർട്ടിസിപ്പേഷൻ. അല്ലാതെ ലൈഫിൽ നിന്ന് മാറി നിന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ ലൈഫിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല എന്താ പറയാ ഒരു സെസ്റ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. വി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ഒരാൾ മമ്മട്ടി എടുത്ത് അവിടെ കുഴി ഒഴിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ ചാടി നമ്മൾ മമ്മട്ടി മേടിച്ച് കുഴിയൊക്കെ എടുത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് വേർപ്പൊക്കെ തുടച്ച് അത് കഴിഞ്ഞ് കപ്പയും എന്താ പറയാ ഇതൊക്കെ കഞ്ഞിയെ കഴിച്ച് അതിന്റെ ആസ്വദിച്ച്, ഇതെല്ലാം ഡ്രൈവിംഗ് ഹാർട്ടാണത്. അല്ലാതെ മാറി നിന്ന് അതെല്ലാം കണ്ട് ആ കൊള്ളാം വാവ്
വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഡ്രൈവിംഗ് ഹാർട്ട് ഇസ് എ പാർട്ടിസിപ്പേറ്റിംഗ് ഹാർട്ട്. ഓക്കെ, സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു, കുറച്ച് കഴിഞ്ഞപ്പം കളിയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ടെറസിന്റെ മേളിലോ അല്ലെങ്കിൽ വീട്ടിൽ പറമ്പുണ്ടെങ്കിൽ പറമ്പിൽ ഇറങ്ങി ബാറ്റ് എടുത്ത് അല്ലെങ്കിൽ ബാറ്റ് വെട്ടി ബോൾ എടുത്ത് മോനുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കളി സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫോർവേഡ് ഹാർട്ട്. വി നീഡ് ടു പ്ലേ. പ്ലേഫുൾനെസ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഫോർവേഡ് ഹാർട്ടാണ്. പ്ലേഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് തമാശ പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല. പ്ലേഫുൾനെസ് മീൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ലൈഫിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് പലവിധ സക്സസും ഫെയിലിയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. As you come towards such a person, you can feel their heart extending forward to meet you. ആദ്യമേ ഹാർട്ട് വന്ന് മീറ്റ് ചെയ്യും നമ്മളെ. ആ വ്യക്തിക്ക് മുമ്പേ ഹാർട്ട് വരും. Driving heart is powerful, unstoppable, courageous, charismatic, generous, dignified, a natural leader. This heart is like a sun. സൂര്യനെ പോലെ ആയിരിക്കും. ഷൈനിങ് ഇറ്റ്സ് ലൈറ്റ് ഇൻ ടു ദി വേൾഡ്. നമ്മൾ ഈ വേൾഡിനെ ഇങ്ങനെ നമ്മൾ ഷൈൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ്സ് പവർ എംപവേഴ്സ് അതർ. എപ്പോഴും സണ്ണിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സൂര്യന്റെ രശ്മിയൊക്കെ വരാറുണ്ട്, പക്ഷെ നമ്മൾ ചില സമയം കൊടയൊക്കെ പിടിച്ചു കളയും അല്ലെ. നമ്മൾ കൊടയൊക്കെ എന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. ചിലർ ആ ലൈറ്റ് സ്വീകരിക്കാതെ വരും. സോ സ്വീകരിക്കാത്തവർക്ക് ആ ലൈറ്റ് തൽക്കാലം പറ്റാത്തതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സമാധാന കമ്പാഷൻ ഉണ്ടാവണം. അപ്പൊ അവരെ അവരുടെ വഴിക്ക് വിടും. ഓക്കെ, യു ഗോ ഇൻ യുവർ ഓൺ വേ. അല്ലെങ്കിൽ അവരെയും കൂടി പിടിച്ച് കൊടയൊക്കെ മാറ്റി എന്റെ വെയിൽ കൊള്ളൂ, ആസ് എ സൺ എന്റെ എന്താ പറയുക ഇത് കൊള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്ന് പൊള്ളിപ്പോകും. അപ്പൊ അവർക്ക് അസ്വസ്ഥവും അവരെ അബ്യൂസ് ചെയ്തായിട്ട് തോന്നും. സോ വെൻ യു ആർ ഇൻ ദി പ്രസൻസ് ഓഫ്, അത് ആക്ച്വലി ഒരു ഡിസ്ട്രോഷൻ ഓഫ് ഡ്രൈവിംഗ് ഹാർട്ട് ആണ്. ഞാനത് ഓൾറെഡി ഷെയർ ചെയ്തേ ഉള്ളൂ. വെൻ യു ആർ ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈവിംഗ് ഹാർട്ട്, യു ഫീൽ യു ക്യാൻ ഡു എനിത്തിങ്. ഡ്രൈവിംഗ് ഹാർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള എബിലിറ്റി കൊടുക്കാനുള്ള ഒരു പവർ എപ്പോഴും ഡ്രൈവിംഗ് ഹാർട്ടിനുണ്ടാവും. ആൻഡ് യു സർട്ടൻലി ക്യാൻ ഡു മച്ച് മോർ ദാൻ യു ആർ യൂസ്ഡ് ടു ഡു. സോ ഏറ്റവും കൂടുതൽ ഞാൻ ആ ഒരു ആസ്പെക്ടിൽ കണ്ടിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഹാർട്ടാണ് ഡോക്ടർ ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബിക്കോസ് അദ്ദേഹം അവിടെ ഒരു 600 പേരുടെ ഒരു ഹോസ്റ്റൽ കെട്ടാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ്. 30 ദിവസം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഓൾറെഡി വളരെ എക്സ്പേർട്ടായ എന്താ പറയാ കോൺട്രാക്ടറായ വ്യക്തി അത് ഷെയർ ചെയ്യുന്നത് മിനിമം മോനെ ഇതിന് 6-7 മാസമെങ്കിലും വേണം ഇതൊക്കെ കെട്ടാനെന്നാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് 30 ദിവസം കൊണ്ട് നിനക്ക് പറ്റും, യു ഡു ഇറ്റ്. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം ഫൈൻഡ് ചെയ്യുക, എന്താ പറയുക അതൊക്കെ ശരിയാക്കി തരാം, യു ക്യാൻ ഡു ഇറ്റ്. എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് തീർന്നില്ല, പക്ഷെ 42 ദിവസം കൊണ്ട് തീർന്നു. പക്ഷെ ആ 42 ദിവസം കൊണ്ട് ആ വ്യക്തി ഗ്രോ ചെയ്തെന്ന് പറയുന്നത് ഇമ്മൻസ് ഗ്രോത്ത് ആണത്. സോ അതിന്റെ അർത്ഥം മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ഓക്കെ നിങ്ങൾ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ ഹീൽ ചെയ്ത് തരാം, എല്ലാം ഞാൻ ചെയ്തു തരാം, എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ചാരി കിടന്നാൽ മതി, ബാക്കി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറയുന്നതല്ല ഫോർവേഡ് ഹാർട്ട്. നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. പണിയെടുപ്പിച്ച് പണിയിൽ നിന്നും നമ്മൾ സ്വയം ഇവോൾവ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് ദി പർപ്പസ് ഓഫ് എ ഫോർവേഡ് ഹാർട്ട്. ഫോർവേഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരു മാസ്റ്ററെ കിട്ടുമ്പോൾ സൂക്ഷിച്ചോ, പണി കൂടുതലായിരിക്കും. എപ്പോഴും ഒരുപാട് പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഫോർവേഡ് ഹാർട്ടിൽ അല്ലാത്ത എന്താ പറയാ മാസ്റ്റേഴ്സിനെ കണ്ടെത്തുന്നതാണ് നല്ലത്. കട്ട് ചെയ്യുന്ന സ്വസ്ഥമായിട്ട് മടിയിലിരുത്തുന്ന മാസ്റ്റേഴ്സ് ഉണ്ടാവും. ബട്ട് ഫോർവേഡ് ഹാർട്ട് മാസ്റ്റേഴ്സ് മേക്ക് യു റിയലി എൻലൈറ്റൻഡ്. The driving heart takes the contentment of the broad heart and express it in a self-confidence. It takes the idealism of the elevated heart and applies it in the practical way. Elevated heart ഒരു കുഴപ്പമുണ്ട്, ചില സമയം അത് പ്രാക്ടിക്കൽ ആയിട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഫോർവേഡ് ഹാർട്ടിന്റെ പ്രത്യേകത അതിനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ വിഷൻസ് കിട്ടിയിട്ട് കാര്യമില്ല, ഇത് എങ്ങനെ എനിക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള മാർഗങ്ങൾ എന്താണ്, എന്ത് രീതിയിലൊക്കെ പറ്റും, ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. It takes the compassion of the deep heart and turns it into a creative act. Deep heart പറ്റുന്നുണ്ട്, പക്ഷെ അതിൽ കണക്ട് ചെയ്ത് പിറ്റി പാർട്ടി നടത്തി ഇരിക്കാനല്ല ശ്രമിക്കുന്നത്. അതിൽ കിടക്കുന്ന എല്ലാ എനർജി എടുത്ത് ക്രിയേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യും. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ക്രിയേറ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം ആ വ്യക്തി ഒരു കഴിവുകെട്ടവനായി തോന്നിച്ച് ആ വ്യക്തിയെ താഴെ ഇടുന്ന അവസ്ഥയല്ല. എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നതും മീൻ മേടിച്ചു കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. മീൻ മേടിച്ചു കൊടുക്കും ഫോർ ദാറ്റ് ഡേ, ബട്ട് ആ നെക്സ്റ്റ് മൊമെന്റ് യു ടീച്ച് ഹൗ ടു മീൻ എങ്ങനെ പിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ലൈഫിലെ ഫിഷിനെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഡ്രൈവിങ്ങിനെ പറ്റി പറയാം. ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കാം. സോ അവിടെ നിങ്ങൾ ഏത് സമയം ആ വ്യക്തിയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യില്ല, നിങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കും, ഡ്രൈവ് ചെയ്യാൻ പ്രേരിപ്പിക്കും. എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ ആൻസർ കിട്ടിയെന്ന് വരില്ല അങ്ങനത്തെ മാസ്റ്റേഴ്സിന്റെ അടുത്ത്.
So the challenge of the driving heart can accomplish whatever it desires. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചലഞ്ച്. കാരണം എന്ന് വെച്ചാൽ എല്ലാം ആഗ്രഹിക്കുന്ന എന്ത് സാധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില സമയം സോ ദി ചലഞ്ച് ഈസ് നോട്ട് ടു ഓവർലോഡ് ഇറ്റ് വിത്ത് ടാസ്ക് ബട്ട് ചൂസ് കെയർഫുള്ളി വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചാൽ എന്ത് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ ടൈം റെസ്റ്റ്ലെസ് ആയി പോകും, സ്ട്രെസ് ആയി പോകും, ഉറക്കമില്ലാതെ ഏത് സമയവും പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഡ്രൈവിംഗ് ഹാർട്ട്. സോ നമ്മൾ ചൂസ് ചെയ്യാവണം, കുറച്ച് ചൂസ് വളരെ എന്താ പറയുക ചൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. വർക്കും ലൈഫും ഒക്കെ തമ്മിൽ ബാലൻസ് ശരിക്കും ആവശ്യമാണ്. While excellent for short-term goals, the driving heart can get off track on a long project. The key is to break up a project into a series of short goals. പലപ്പോഴും ഈ ഡ്രൈവിംഗ് ഹാർട്ടിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എവിടെയാണ്, ലോങ് ആയിട്ടുള്ള ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഡ്രൈവിംഗ് ഹാർട്ടിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഹാർട്ട് കളഞ്ഞിട്ട് പോകും, ചെയ്യില്ല. ഡ്രൈവിംഗ് ഹാർട്ടിന് അതിനുള്ള ഒരു നേച്ചറൊന്നുമില്ല, എല്ലാം ഇമ്മീഡിയറ്റ്ലി. അതൊരു ഡ്രോബാക്കും കൂടിയാണ് ഡ്രൈവിംഗ് ഹാർട്ടിന്റെ. സോ അവിടെ മറ്റ് ഹാർട്ടിന്റെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് ഒരു ലോങ് ടേം ഗോൾസിന്. This kind of person need alliance with others who can sense the environment, plan, build network and navigate around obstacles while tracking the distant goal. Distant goalsനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരാള് ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് ഹാർട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കൂടെ ആവശ്യമായിരിക്കും. Distortion of driving heart. ഏറ്റവും രസകരമായ ഒരു ഡിസ്ട്രോഷൻ ആണ്. ഇഫ് ദി പവർ ഓഫ് യുവർ നാട്ടിലെ ഭാഷയെ പറയുകയാണെങ്കിൽ ആന കരിമ്പും കാട്ടി കയറിയ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനത്തെ ഒരു സിൻഡ്രോം ഉണ്ടാവും. അതായത് നോട്ട് ബീങ് കൺസിഡറേറ്റ് ഓഫ് ദി എഫക്ട് ഓഫ് യുവർ ആക്ഷൻ ഓൺ ഓൾ കൺസേൺ, യു മേ ബിക്കം ഡിസ്ട്രക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്ട്രക്റ്റീവ്. ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രോട്ടഡ് ഡ്രൈവിംഗ് ഹാർട്ടുള്ള ഒരു സിഇഒയുടെ കീഴിലെങ്ങാനും വർക്ക് ചെയ്യേണ്ടി വന്നാൽ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം വെച്ചാൽ ഊണും ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഫുൾ ടൈം വർക്ക് ആയിരിക്കും, ഫാമിലി ഉണ്ടാവില്ല. കാരണം ഈ വ്യക്തി ക്രേസി ആയിരിക്കും അതിൽ മാത്രം. ദാറ്റ് ഈസ് എ ഡ്രോബാക്ക്, ദാറ്റ് ഈസ് എ ഡിസ്ട്രോഷൻ. With a driving heart, you feel a rush when you make things happen, and power and speed of your life can be addictive. എന്ന് വെച്ചാൽ എപ്പോഴും പവർ, സ്പീഡ്. ഒരിക്കലും ഡ്രൈവിംഗ് ഹാർട്ട്നെസ് എന്താ പറയുക, ഡ്രൈവിംഗ് ഹാർട്ട് ഡിസ്ട്രോട്ടഡ് ആയി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരിടത്ത് ഇരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബോറിംഗ് ആയിരിക്കും. അതാണ് പലപ്പോഴും പല കമ്പനികളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന മിക്കവരും ഡ്രൈവിംഗ് ഹാർട്ടിന്റെ ഡിസ്ട്രോട്ടഡ് വേർഷൻസ് ആണ് ചില സമയം. ഇനി ഡിസ്ട്രോട്ടഡ് വേർഷൻസ് അല്ലാത്ത ആളുകൾ, ഇപ്പൊ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി, ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒരു ഡിസ്ട്രോട്ടഡ് വേർഷൻ അല്ലാത്തതുകൊണ്ട് ഹി ക്യാൻ ഡു മെഡിറ്റേഷൻ. അദ്ദേഹത്തിന് ഒരു ഫോർവേഡ് ഡ്രൈവിംഗ് ഉണ്ട്. ആപ്പിളിന്റെ വ്യക്തി, അദ്ദേഹം ഡ്രൈവിംഗ് ഹാർട്ടാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും മാറ്റാനും എഗെയിൻ ആൻഡ് എഗെയിൻ ന്യൂ ക്രിയേഷനിലേക്കൊക്കെ പറ്റുന്നത്. ആൻഡ് യു ക്യാൻ കൺഫേഴ്സ് ഹൈ സ്പീഡ് ആക്ടിവിറ്റി വിത്ത് പ്രോഗ്രസ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പ്രോഗ്രസ് ആയിട്ട് കാണും, ഇന്റൻസിറ്റി വിത്ത് ഇമ്പോർട്ടൻസ്. ഫർദർ മോർ യു മൈറ്റ് തിങ്ക് എവറി വൺ ഷുഡ് ബി ഏബിൾ ടു ഡു വാട്ട് യു ഡു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചാലും ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനം ഉണ്ടാവും. സോ യു ആർ നോട്ട് ടോളറന്റ് ഓഫ് ദോസ് whose heart have different qualities. ചിലർക്ക് ചിലത് മനസ്സിലാവില്ല, ചിലർക്ക് ചിലത് പിടിയിട്ടില്ല, അവരോടൊരു കമ്പാഷൻ ഉണ്ടാവില്ല ഡിസ്ട്രോട്ടഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എന്താ പറ്റാത്ത? ഇപ്പൊ ഞാൻ 100 മൈൽ സ്പീഡിൽ കാർ ഓടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓടിച്ചൂടാ? നിങ്ങൾ ഓടിച്ചേ പറ്റൂ. ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും, പക്ഷെ അവരുടെ പേടി നമ്മൾ മനസ്സിലാക്കില്ല. ഡ്രൈവിംഗ് ഹാർട്ടിന്റെ ഒരു കുഴപ്പമാണ്. യു സെറ്റ് ആൻ എക്സ്ട്രീം പേസ് ആൻഡ് ക്യാൻ ബി ഇംപേഷ്യന്റ് വിത്ത് ദോസ് ഹു കാൺ. അങ്ങനെയുള്ള ആളുകളോട് ഇംപേഷ്യൻസ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരോട് ഭയങ്കര ഇംപേഷ്യൻസ് ഉണ്ടാവും. If you don't find something worthwhile on which to focus the forward power of your heart, you might become paralyzed or worse, self-destructive. The driving heart has to be applied or it becomes dangerous to yourself and others. ഇതാണ് ഡ്രൈവിംഗ് ഹാർട്ടിന്റെ ഏറ്റവും വലിയ ഡിസ്ട്രോഷൻ. അതായത് ഒരു വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമോ ഒരു ഗോളോ ലൈഫിൽ ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ, ഒരു പാരാലിസിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ വ്യക്തി പിന്നെ ഒരു പ്രത്യേക തരം നംനസിൽ പോയി കഴിഞ്ഞാൽ ഹൈലി ഡിസ്ട്രക്റ്റീവായി മാറുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് ഒന്നുകിൽ അവനവനോട്, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട്. ഏത് രീതിയിലും ചിലപ്പോൾ ഇങ്ങനെയുള്ളവരാണ് സൊസൈറ്റിയിൽ ഏറ്റവും വലിയ എന്താ പറയുക വിപത്തായി മാറുന്നത് പലപ്പോഴും. Then that person reached to a heart called blocked heart. ഈ ബ്ലോക്ക്ഡ് ഹാർട്ട് അവനവനിലാണെങ്കിൽ പലപ്പോഴും ഈവൻ അവനവന്റെ ഫിസിക്കൽ ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും രസം. ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രണയം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു പ്രണയം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ. വൺ ചാറ്റ് എന്താണ്
But Steve Jobs' employee stories may make him sound like having a distorted driving heart. Okay, that story ഞാൻ കേട്ടിട്ടില്ല. ശരിയായിരിക്കാം. എനിവേ ഹീസ് എ ഡ്രൈവിംഗ് ഹാർട്ട്. സോ അവിടെ ഡിസ്ട്രോഷൻ സംഭവിക്കാം. ഈ പറഞ്ഞ പോലെ മറ്റ് ഹാർട്ട് സ്പേസ് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ട്രോഷൻ സംഭവിക്കാം. താങ്ക് യു പൂജ ഫോർ ഷെയറിംഗ് ദിസ്. വണ്ടർഫുൾ. ഓക്കെ, എനിക്ക് അദ്ദേഹത്തിന്റെ എംപ്ലോയീസിനെ പറ്റി അറിയില്ലായിരുന്നു. എനിവേ, while the forward dimension of the heart is natural, something may happen that stifles that direction. A punishing defeat, especially one that can't be figured out, result in a blocked heart that is impressed with fear and become overly cautious. Interestingly, കോളേജ് പഠിക്കുമ്പോഴുള്ള ഒരു പ്രണയം നഷ്ടപ്പെടുന്നത് പോലും ഒരു ഡ്രൈവിംഗ് ഹാർട്ടിനെ സംബന്ധിച്ച് ബ്ലോക്ക് ഹാർട്ടിലേക്ക് ട്രാവൽ ചെയ്യാം. കാരണം ആ ഒരു ഇംപ്രിന്റ് വർക്ക് ചെയ്ത് മാറിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആ ഇംപ്രിന്റ് ലൈഫിൽ അടുത്ത ഏതിനോട് പ്രണയം ഉണ്ടാകുമ്പോഴും ഫസ്റ്റ് പ്രണയം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരെയും സംബന്ധിച്ച്. ലൈഫിൽ ആദ്യം തോന്നിയ ഒരു പ്രണയം അത് എന്തിനോടാണെന്നുള്ളതാണ്, അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രണയം ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ ഈ പാറ്റേൺ ലൈഫിൽ പിന്നെ എന്തിനെ പ്രണയിക്കുമ്പോഴും ഈ പാറ്റേൺ നമ്മളോടൊപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആൻഡ് ചാൻസ് ബ്ലോക്ക് ഹാർട്ടിലേക്ക് പോകും. കാരണം അതിശക്തമായ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തിയുടെ പ്രണയം ബിസിനസ്സിനോടായിരുന്നു. പക്ഷെ ആ ബിസിനസ്സിൽ ഫെയിലിയർ ആയി പിന്നെ അതിശക്തമായ ബ്ലോക്ക് ഹാർട്ടാണ്. പിന്നെ ഒന്നിനും താല്പര്യമില്ല. ബ്ലോക്ക് ഹാർട്ടായിട്ട് അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കരുത്. ഏറ്റവും വലിയ ഡിസ്ട്രക്റ്റീവ് പേഴ്സൺ ആണ്, എല്ലാത്തിനോടും ഡിസ്ട്രക്റ്റീവ്. ആ വ്യക്തിയുടെ ഫാമിലിക്ക് ഡിസ്ട്രക്റ്റീവ് പല രീതിയിൽ. ചിലപ്പോൾ അദ്ദേഹം കുടിച്ച് ഡിസ്ട്രക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ചീട്ട് കളിച്ച് ഡിസ്ട്രക്ഷൻ ആയിരിക്കും. എങ്ങനെയും കുടുംബ സ്വത്തൊക്കെ നശിപ്പിക്കുന്ന ലെവലിൽ ആ വ്യക്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കൽ എനിക്ക് സെഷൻ ചെയ്യാൻ അവസരം കിട്ടുകയും ഈ പറഞ്ഞ ഫോർവേഡ് ഹാർട്ടിലേക്ക് ആ വ്യക്തിയുടെ ആ ഒരു ബ്ലോക്ക്, ഇൻട്രസ്റ്റിംഗ്ലി ബിസിനസ് ആണ് ഫെയിലിയർ ആയെന്നാണ് ആ വ്യക്തി വിചാരിച്ചത്. ആക്ച്വലി ആ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിലെ പ്രണയത്തിൽ നിന്നാണ്. ഒരു സ്കൂളിലെ പ്രേമം പൊളിഞ്ഞു പോയി, ഒരു പെൺകുട്ടി പോയി, നമ്മൾ പറഞ്ഞ പോലെ ആ വ്യക്തി ഇട്ടേച്ചു പോയി. സോ അവിടെ ഓട്ടോമാറ്റിക്കലി ഡെന്റ് മാറി, ആ ലവ് ഷേപ്പിന്റെ ഡെന്റിൽ ഷിഫ്റ്റ് ഉണ്ടായി. ഡെന്റ് ഷിഫ്റ്റ് ആവുന്ന സമയം മുതൽ ഇൻട്രസ്റ്റിംഗ്ലി ഹയർ ബ്ലെസ്സിങ്സ്, എന്താ പറയുക, മാസ്റ്റേഴ്സിന്റെ ഗൈഡൻസ് എല്ലാം നമ്മൾ ഡിനേ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഇന്നർ വോയിസിനെ കേൾക്കാതിരിക്കാൻ തുടങ്ങും. പിന്നെ ആ വ്യക്തി അടുത്ത പ്രണയം കണ്ടെത്തിയത് ബിസിനസ്സിലാണ്. ആൻഡ് ബിസിനസ്സിൽ പൊളിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ പ്രണയം വിട്ടു. പ്രണയം വിട്ടപ്പോൾ ബ്ലോക്ക് ഹാർട്ടിൽ പോയി. ബ്ലോക്ക് ഹാർട്ടിൽ പോകുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ആയപ്പോൾ എന്ത് പറ്റി? വാശിയായപ്പോ എന്താണ്, എസ്പെഷ്യലി ഒരു പെൺകുട്ടി ചതിച്ചു പോയിട്ടുള്ളതുകൊണ്ട് കുടുംബത്തിൽ അമ്മയോടും അമ്മയുടെ പെങ്ങന്മാരോടും ഒക്കെ ആ വ്യക്തിക്ക് വാശിയായി. സോ അവരുടെയൊക്കെ സ്വത്ത് ഈ വ്യക്തി ഇല്ലാതാക്കി. അത് ഡിസ്ട്രക്ഷൻ ആണ്. ചിലര് തിരിച്ചാവും. തിരിച്ച് ഡിസ്ട്രക്ഷൻ ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗിൽ പോവുക. ഇത് തിരിച്ചുള്ള ഡിസ്ട്രക്ഷൻ ആണ്. ബട്ട് അവിടെ ബ്ലോക്ക് ഹാർട്ടാണ്. നമ്മൾ എന്താ പറയാ, കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രണയമാണ്. നമ്മുടെ ആ പ്രണയത്തെ ഹീൽ ചെയ്ത് തന്നെ പല മാസ്റ്റേഴ്സും എന്താ പറയാ, പല ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ്. ലൈഫ് എന്ന് പറയുന്ന എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും രസം ദാറ്റ് ഈസ് പ്രണയം. So the heart that is blocked becomes unaware of its inherent power and feel it has nothing to do. എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ഈ ലൈഫിലെ പവർ ഒന്നും കൊണ്ടൊരു കാര്യമില്ല. പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇങ്ങനെ കൂട്ടിക്കഴിച്ച് എന്താ പറയാ, A+B ഇത്ര എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ സ്ഫടികത്തിലെ തിലകനെ കാണുന്ന പോലെയാണ്. ഹൈലി ലോജിക്കലായി മാറും ലൈഫിനകത്ത്. എന്നുവെച്ചാൽ അവിടെ ഒരു പ്രണയമില്ല. പ്രണയം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും മകനെ ഉപദ്രവിക്കാൻ പറ്റില്ല. പ്രണയം ഇല്ലാത്തതുകൊണ്ടാണ് മകന്റെ ടാലന്റ് കാണാൻ പറ്റാത്തത്. അവിടെ എവിടെയോ ഒരു നഷ്ടപ്പെട്ട പ്രണയം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആ പടം കണ്ടപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് ഈസ് നോട്ട് ഹ്യൂമിലിറ്റി, ഇറ്റ് ഈസ് എ വീക്ക്നെസ്. വെൻ ദി ഹാർട്ട് ഈസ് ബ്ലോക്ക്ഡ് ഇറ്റ് കനോട്ട് എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഓർ സാറ്റിസ്ഫൈ ഇറ്റ്സ് ഡിസയർ. ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ദി ഹ്യൂമൻ ഹാർട്ട് കണ്ടെയ്ൻ ദി ഗ്രേറ്റസ്റ്റ് പവർ ഓൺ എർത്ത്. It can potentially operate the universe to create the conditions and experience it needs. But when the energy of the heart cannot project in the world. ഈ വേൾഡിനെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, വിരോധമായി മാറുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങും. A blocked heart will cause you to retreat from the engagement of life. എല്ലാ ലൈഫിലെ എൻഗേജ്മെന്റിൽ നിന്ന് ഒരു റിട്രീറ്റിലേക്ക് എൻട്രി ചെയ്യും. നമ്മൾ നമ്മുടേതായ ഒരു കുക്കൂണിനകത്തേക്ക് എൻട്രി ചെയ്യും. കുക്കൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആവുന്ന കുക്കൂണിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു ട്രാപ്ഡ്, അവനോൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രാപ്പിനകത്ത് നമ്മൾ പെടാൻ തുടങ്ങും. യു മേ ബി among others and busy with tasks all day long and still be in retreat. എന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നുണ്ടാവും, എല്ലാത്തിലും ആക്റ്റീവ് ആവും, ബട്ട് യു ആർ numb. You are not emotionally participate.
ഭയങ്കരമായ തമാശകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു ചിരിയും ഉള്ളിൽ വരില്ല. വേണമെങ്കിൽ മറ്റുള്ളവർ ചിരിക്കുമ്പോൾ ചിരിച്ചു നിന്നിരിക്കും, പക്ഷെ ഉള്ളിൽ നിന്നും അത് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. ഉള്ളിൽ നിന്നും ഭയങ്കരമായ ഒരു എംപ്റ്റിനെസ് ആയിരിക്കും, ഒരു വോയിഡ് ആയിരിക്കും ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Unable to share yourself, help others or take initiative with the things you feel strongly about. നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ആ സമയം ചെയ്യില്ല. You can become frustrated and complain bitterly. When you are not successful, you blame your failure on circumstance and others. അതാണ് അതിന്റെ ഒരു ഏറ്റവും ദുരന്ത അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫെയിലിയർ മറ്റുള്ളവരുടെ തലയിലേക്ക് എടുത്തിടാൻ തുടങ്ങും, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്റെ ബ്ലെയിമിന്റെ കാരണം എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണ്, എന്റെ നാട്ടുകാരാണ്, എന്റെ വീട്ടുകാരാണ്. ഇങ്ങനെ നമ്മൾ ബ്ലെയിം ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാൻ സൂപ്പർമാൻ ആയി പോയേനെ, പക്ഷെ എന്തോ സൂപ്പർമാൻ ആവാനുള്ള ഡ്രസ്സ് എന്റെ വീട്ടുകാരെടുത്ത് തന്നില്ല, സോ അതുകൊണ്ട് അത് കുറ്റം വീട്ടുകാർക്കിരിക്കും. സോ ആ ബ്ലെയിമിലേക്ക് പോകും, ഒരു ക്രിട്ടിസൈസിങ് ടെൻഡൻസി പോകും. സോ അവിടെ മനസ്സിലാക്കേണ്ടത്, പോകരുതെന്നോ അല്ലെങ്കിൽ പോയാൽ ഒരാൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഹാർട്ടിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. അല്ലാതെ നമ്മൾ അവിടെ നമ്മളെ സ്വയം പഴി പറഞ്ഞ് മാറുക എന്നുള്ളതല്ല. സമാധാനം മീൻ starting. The very tendency to blame and criticize is a sign of blocked heart. Your blocked heart can usually be energized to its natural forward direction by concentrating on something you love. So it's very, very important what you really love. അത് again and again every day നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ശരിക്കും ഇഷ്ടം എന്താണ് ജീവിതത്തിൽ, എന്താണ് ഇഷ്ടം? ഇപ്പൊ നേരത്തെ വൈഫ് ഷെയർ ചെയ്ത പോലെ, ലതു ഷെയർ ചെയ്ത പോലെ, എനിക്ക് ഇഷ്ടം കൊടുക്കാനാണ്. ഓക്കെ, എന്നാ കൊടുക്കാൻ ഇറങ്ങുക, കൊടുക്കുക, ഗീവ്. വെൻ ഐ ലൈക്ക് ടു ഗീവ്, ഓക്കെ ഗീവ്. പക്ഷെ അത് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയം നമ്മുടെ ഹാർട്ടിന്റെ ഫോർവേഡ് ഡയറക്ഷൻ മാറി പോകുന്നതുകൊണ്ടാണ്. സോ അപ്പൊ ഗിവിംഗിൽ എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? സോ അപ്പൊ അടുത്തടുത്ത ആക്ഷൻസ് നമ്മുടെ മുമ്പിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എനിക്ക് ആളുകൾക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദിസ് വേൾഡ്. ഗിഫ്റ്റ് കൊടുക്കണോ? കൊടുക്കാം. പക്ഷെ അപ്പൊ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ ആക്ഷൻസ് എന്താണ്? എന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ മറ്റൊരാളിൽ ഡിപ്പെൻഡന്റ് ആവാതെ എന്റെ ഇഷ്ടത്തിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിന് വേറെ ആരുടെയെങ്കിലും ഒരു സമ്മതപത്രം ആവശ്യമില്ല. നമ്മൾ ലോക്ക്ഡൌണിൽ പലപ്പോഴും സമ്മതപത്രങ്ങളൊക്കെ ആവശ്യമുണ്ട്, പക്ഷെ ആക്ച്വലി ലൈഫിൽ ഒരു സമ്മതപത്രത്തിന്റെ ആവശ്യം വരില്ല. Every heart has a strong desire. Find it. നമ്മുടെ സ്ട്രോങ് ഡിസയർ. ശരിക്കും ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് ആശയാണ് ലൈഫിന്റെ എല്ലാ പ്രശ്നവും എന്നുള്ളതാണ്. ആശ എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ല കേട്ടോ, ബുദ്ധൻ പറഞ്ഞ ആശ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. റിയലി നമ്മൾ ആഗ്രഹം ഫൈൻഡ് ചെയ്യുക. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, സഫറിങ് ഇല്ലാത്തൊരു അവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹിച്ച് ഒരു മൂലയിൽ ഇരിക്കുകയല്ല ചെയ്തത്. ഹി റിയലി എന്താ പറയാ, ഇറങ്ങി അതിനുവേണ്ടി പണിയെടുത്തു, അല്ലാതെ ഒരു മൂലയിൽ ഇരുന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ സഫറിങ് ഈ ലോകത്ത് എങ്ങനെ ഇല്ലാതാക്കാം, അത് ഏതെങ്കിലും ബുക്കിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രോസസ് ഉണ്ടോ എന്നൊന്നും അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി ഫോർവേഡ് ഹാർട്ടിൽ ഹി ജംപ് ഇൻ ടു ദി റിയാലിറ്റി. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പിൽ വന്ന സാധനം എന്താണോ അപ്പിയർ ചെയ്ത് അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മുമ്പിൽ അപ്പിയർ ചെയ്തതിനോട് ഒന്നിനോട് പോലും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും നിരാശ തോന്നിയിട്ടില്ല. ഞാൻ കുറെ കാലം പട്ടിണി ഇരുന്നു, ഞാൻ കുറെ കാലം വെയിലത്തിരുന്നു, ഞാൻ കുറെ കാലം മഴ നനഞ്ഞു, ഇത് ഈ ആനാപാനസതി എനിക്ക് പണ്ടേ കിട്ടിയിരുന്നെങ്കിൽ എന്ത് കൊള്ളായിരുന്നു എന്നൊരിക്കലും ബുദ്ധൻ പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മൾ പല സമയങ്ങളിലും ആ ഒരു ബ്ലെയിമിലേക്ക് പോകാറുണ്ട്. ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നെങ്കിലോ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. യെസ്, someone is not on mute. Okay, I'll mute. Okay, thank you. So the desire may begin with a very personal and selfish wish, no matter. Even നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇതെന്റെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ, ഇറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ദാറ്റ് സെൽഫിഷ്. ദെൻ സ്ലോലി എത്രത്തോളം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ ആ ഇഷ്ടത്തിലൂടെ ഗ്രോ ചെയ്യുന്നുണ്ടോ, ഹാർട്ടിന്റെ ഡിസ്ട്രോഷനിലേക്ക് നമ്മൾ മാറാതെ മറ്റ് സ്പേസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫിഷ് ആയിട്ട് ഇറങ്ങിയ ആക്ട് നാളെ ഒരു കാലത്ത് സെൽഫ്ലെസ് ആയിരിക്കും. കാരണം ബുദ്ധൻ ഇറങ്ങിയപ്പോൾ അത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. കാരണം കുടുംബത്തെ ഒരു ഉപേക്ഷിച്ചു, സ്വന്തം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ഇത് അനദർ എന്താ പറയുക ഒരു എൻടാങ്കിൾമെന്റ് ആണെന്നാണ്. ഇത് അടുത്ത ഒരു ബാധ്യതയായി എന്നുള്ളൊരു ഫീലാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ഇതും കൂടി കടന്നു പോകണമല്ലോ. സോ അദ്ദേഹം പലതും ഉപേക്ഷിച്ചു പോയി. നമ്മളെ നോക്കുമ്പോൾ അദ്ദേഹം വളരെ സെൽഫിഷ് ആണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ലോകത്തിൽ ഏറ്റവും സെൽഫ്ലെസ് ആയ ഒരു വ്യക്തിയാണ് ബുദ്ധൻ. അങ്ങനെ ഒരുപാട് മാസ്റ്റേഴ്സ്, ഏത് മാസ്റ്റേഴ്സിനെ എടുത്താലും അവർ സെൽഫിഷ് ആയിട്ട് തന്നെയാണ് എല്ലാം തുടങ്ങിയിട്ടുള്ളത്. ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം, റൂമിൽ ഇരിക്കണം,
കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കുന്ന അടുത്ത ഒരു അരമണിക്കൂർ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് നമ്മളോട് ഒരു സെൽഫിഷ്നെസ് ഉണ്ടാവണം. യെസ്, ഐ എം ഗോയിങ് ടു സിറ്റ്, ബട്ട് ഫോർ എ വെരി പവർഫുൾ സെൽഫ്ലെസ് പർപ്പസ്. പക്ഷേ അതൊരു എസ്കേപ്പിസത്തിനോ വീട്ടുകാരോടൊപ്പം ഇരിക്കാനുള്ള ഇഷ്ടക്കേടിനോ ആണ് പോയിരിക്കുന്നതെങ്കിൽ then that is a great selfish. കാരണം ഞാൻ മെഡിറ്റേഷനിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ ആ ഇഷ്ടത്തിലാണെങ്കിൽ, എനിക്ക് ഇഷ്ടമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ, എനിക്ക് ഇഷ്ടം കിട്ടിയാൽ എവറി ഡേ ഈവനിങ് ഐ സ്പെൻഡ് മിനിമം 30 minutes ടെറസിൽ ഞാൻ ഇങ്ങനെ നടക്കും. അത് മഴയാണെങ്കിൽ ചിലപ്പോൾ കുട പിടിച്ചെങ്കിലും നടക്കും, ഇല്ലെങ്കിൽ മഴ നനഞ്ഞിട്ടെങ്കിലും നടക്കും. എങ്ങനെയാണെങ്കിലും ടെറസിന്റെ മേളിൽ എനിക്ക് നടക്കാതിരിക്കാൻ പറ്റില്ല. അതെന്റെ ഒരു വലിയ ഇഷ്ടമാണ്. ഈ ഇഷ്ടം ഞാൻ ഒരു കാലത്ത് റിയലൈസ് ചെയ്യാതെ മാറ്റിവെച്ച സമയത്ത് ഒരുപാട് ഉള്ളിൽ ഈ ഡിപ്രസീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യും. പിന്നെ മനസ്സിലായത് ഇതൊക്കെ മാറാനുള്ള എന്റെ സ്പേസ് എന്ന് പറയുന്ന ആകാശയാണ്, ആകാശിക് തത്വമാണ്. സോ ഐ ഓൾവേസ് കണക്ട്. ഇനി രാത്രിയാണെങ്കിൽ കുറെ കൂടി സന്തോഷം, സ്റ്റാർസ്, മൂൺ ഒക്കെ ഹാപ്പി. സോ അതുകൊണ്ടാണ് തന്നെയാണ് എന്റെ വീടിന്റെ ടെറസിന്റെ മേളിൽ ഒരു ഷീറ്റ് പോലും ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഷീറ്റ് ഇട്ട ഒരുപാട് കാര്യങ്ങൾ ഗുണമുണ്ടാവും, പക്ഷെ ഷീറ്റ് ഇട്ട ടെറസ് എന്താ പറയാ ആകാശം കാണാൻ പറ്റൂല. സോ ആകാശം കാണുക, അത് എന്റെ ഇഷ്ടമാണത്. മറ്റുള്ളവർക്ക് ലോജിക്കലി പലതും പറയാനുണ്ടാവും, ബട്ട് മൈ എന്താ പറയാ ലവ് ഈ സ്കൈ. അതിനുവേണ്ടി എങ്ങനെ അതിനെ കാണാൻ പറ്റും? ചിലർക്ക് കടലിൽ പോയി കാല് നനയ്ക്കുന്നതാണ് ഇഷ്ടം. ഗോ, അത് ചെയ്യുക. ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക. മറ്റുള്ളവരെ നമ്മുടെ ഇഷ്ടം ഉപദ്രവിക്കുന്നില്ല എങ്കിൽ, എനിക്കിപ്പോ ഇഷ്ടമാണ് ഒരാളുടെ ശരീരത്തിൽ കത്തി കൊണ്ട് കുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റോങ്. ആ ഇഷ്ടം നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ കുത്തി നോക്കിയാൽ മതി, വേറൊരാളിൽ കുത്തി നോക്കരുത്. സോ യുവർ ഡിസയർ വിൽ പ്രോഗ്രസ് ടു ബിക്കം ജനറസ് ആൻഡ് ഗ്രാൻഡ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ജനറസ് ആണോ? എന്റെ ഡിസയർ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലേ? ഗ്രാൻഡ് ആസ് ദി ഫോർവേഡ് ഡയമെൻഷൻ ഓഫ് യുവർ ഹാർട്ട് ഡെവലപ്സ്. യെസ്, the blocked heart can also be helped by feeling a hand on the back of your heart, like the expression a pat on the back. നമ്മൾ ബാക്കിൽ പാറ്റ് ചെയ്യുക. യെസ് മൈ ഡിയർ, ഗുഡ്. പലപ്പോഴും നമ്മൾ ബ്ലോക്ക്ഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരാളുടെ ബാക്കിൽ നമ്മളൊന്ന് തട്ടി കൊടുക്കുന്നത് പോലും അവർക്ക് ഹെൽപ്ഫുൾ ആണത്. There is a point in the back of your heart that receive energy. This symbolized by the indentation at the top. നേരത്തെ അത് പറഞ്ഞു, ആ ഒരു ക്ലാസിക്കൽ ഇമേജ്. A person hands, especially their right hand, നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണ് എനർജി ഗിവിംഗ്, ലെഫ്റ്റ് ഹാൻഡ് ആണ് എനർജി റിസീവിംഗ്. സോ റൈറ്റ് ഹാൻഡിലൂടെ നമ്മൾ ആ വ്യക്തിയുടെ ആ ഭാഗത്ത് ടച്ച് ചെയ്യുക, എസ്പെഷ്യലി നോട്ട് ഇൻ ദി ഫിസിക്കൽ സ്പേസ്. കഴിവതും ഒരു എത്രിക് ബോഡിയിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരാൾ വളരെ ടെറിബിൾ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ അവരിലേക്ക് ക്ലോസ്, ശരിക്കും പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1 to 2 minutes ആണെന്ന് തോന്നുന്നു ടൈം പറയുന്നത്. നമ്മൾ ഒരാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ 2 minutes കഴിഞ്ഞാൽ അവിടുന്ന് എനർജി ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഇവിടുന്ന് എനർജി പോയി, അല്ലെങ്കിൽ അത്രയും ശക്തമായി നമ്മൾ എനർജി ഹീലിംഗ് കോൺഷ്യസ് ആയിരിക്കണം. കോൺഷ്യസ്ലി ആണെങ്കിൽ എനർജി ഇസ് ഗോയിങ് അവരിലേക്ക്, അല്ലെങ്കിൽ എനർജി റിസീവിംഗ് മോഡാണ്. സോ അതുകൊണ്ടാണ് പലപ്പോഴും പല മാസ്റ്റേഴ്സും വൺ റിലേഷൻഷിപ്സ് തന്നെ, എസ്പെഷ്യലി ഫിസിക്കൽ റിലേഷൻഷിപ്സ് എപ്പോഴും വൺ റിലേഷൻഷിപ്പ് എന്ന് തന്നെ ആവശ്യപ്പെടുന്നതിന്റെ റീസൺ അതാണ്. ബിക്കോസ് ഓഫ് രണുബന്ധ, എൻടാങ്കിൾമെന്റ്, കാർമിക് ട്രാവലിംഗ്. ഒരുപാട് കാർമിക് ട്രാവലിംഗ് നമ്മുടെ ഫിസിക്കൽ എനർജി വന്നു കഴിഞ്ഞാൽ വി എൻ്റർ ഇൻ ടു എ ഡീപ് കൺഫ്യൂഷൻ. നമുക്ക് പിടിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും മെഡിറ്റേറ്റീവ് സ്പേസിൽ നമ്മൾ ഡാൻസ് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ പല മാസ്റ്റേഴ്സ് പറയും ഓക്കെ യു കം ആൻഡ് ഹഗ്. അല്ലാതെ വെറുതെ ഏത് സമയവും കാണുമ്പോൾ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും രണുബന്ധ ക്രിയേറ്റ് ചെയ്യും. സോ ബെറ്റർ ഈസ് അവർ നമസ്തേ, എന്താ പറയാ ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ഇപ്പൊ വരാനുള്ള കാരണമാണ്. അതായത് ഇതൊരു എന്താ പറയാ, പല ആളുകൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. എപ്പോഴും തൊട്ടും പിടിച്ചിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ല ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. കാരണം സർട്ടൺ എന്താ പറയാ, വി നീഡ് ടു റെസ്പെക്ട് അവർ ഫിസിക്കൽ ബൗണ്ടറി. പക്ഷെ നമ്മൾ നല്ല മെഡിറ്റേറ്റീവ് എനർജിയിൽ നമ്മൾ ചില സ്പേസിൽ ഓക്കെ വി ഹഗ് ഈച്ച് അതർ. ദാറ്റ്സ് ഫോർ ഷെയറിംഗ് ദാറ്റ്. അത്രയും എല്ലാവരും ഒരു സ്പേസിലാണ്. ആ ഒരു സ്പേസിൽ ദാറ്റ് ഈസ് ഓക്കെ, അല്ലെങ്കിൽ അതിന് സർട്ടൺ പർപ്പസിൽ ദാറ്റ് ഈസ് ഓക്കെ. This can also be done in word of praise and respect. Those who receive praise feel empowered to extend their heart forward. This is why our method of recognizing a person's greatness is so important. നമ്മൾ പ്രൈസ് ചെയ്യാം, ബട്ട് എന്താ പറയാ, സിൻസിയർ പ്രൈസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ചില സമയം അവർക്ക് ആ സിൻസിയറിറ്റി ഇല്ലായ്മ അവരുടെ എന്താ പറയാ ഡീപ് ഹാർട്ട്. സർ ഡിഡ് യു മീൻ രണുബന്ധ? യെസ്, രണുബന്ധ. യെസ്, രണുബന്ധ മീൻസ് അത് ക്രിയേറ്റിംഗ് ആൻ എൻടാങ്കിൾമെന്റ് ലൂപ്പ് ബിറ്റ്വീൻ യുവർ ഫിസിക്കൽ കാർമിക് സ്പേസ്. അങ്ങോട്ടുള്ള ഫിസിക്കൽ പോകും. ചിലപ്പോൾ അത് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. ആക്ച്വലി നമ്മുടെ ഡീപ് ഹാർട്ടിൽ തന്നെ അറിയാം മറ്റുള്ള ഇമോഷൻ നമ്മൾ അറിയുമ്പോൾ. സോ അവർ ഫിസിക്കൽ ബൗണ്ടറി ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഇമോഷണൽ ബൗണ്ടറി ഈസ് ഇമ്പോർട്ടന്റ്, മെന്റൽ ബൗണ്ടറി ഈസ് ഇമ്പോർട്ടന്റ്, ആൻഡ് spiritual boundaries are important. So that's why to maintain this boundary there is a
വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് യോഗ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ദി സെൽഫ് റെസ്പോൺസിബിലിറ്റി മീൻസ് only take your responsibility, never take anybody's responsibility. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് അല്ലാതെ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ആസ് എ ഫാദർ, ആസ് എ സൺ, ആസ് എ ഹസ്ബൻഡ്, യു അല്ലെങ്കിൽ ആസ് എ സ്പൗസ്, as a teacher you have certain responsibility. You only take that responsibility. As a healer there is a responsibility. As a leader you have a responsibility. Only take that responsibility. അല്ലാതെ മറ്റൊരാളുടെ എല്ലാ കർമ്മത്തിന്റെയും എല്ലാ എന്താ പറയാ ബുദ്ധിമുട്ടുകളുടെയും ആ വ്യക്തിയുടെ എല്ലാ തോന്നിവാസത്തിന്റെയും, എസ്പെഷ്യലി ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ചില ഹീലേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരുടെ തോന്നിവാസത്തിന്റെ എനർജി പോലും എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. അവര് ചെയ്യേണ്ട പാർട്ട് അവർ ചെയ്തേ പറ്റൂ. ഓരോരുത്തരും ചെയ്യേണ്ട പാർട്ടുണ്ട്. ബിക്കോസ് ഗോഡ് ക്രിയേറ്റ് എവറി വൺ വിത്ത് ഈക്വൽ പവർ. നമുക്ക് എല്ലാവരും ഈക്വൽ തുല്യമായ ശക്തി തന്നാണ് ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത്. സോ ആ തുല്യമായ ശക്തി നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുക. സോ വി നീഡ് ടു അവേക്കൻ അവർ ഫോർവേഡ് ഹാർട്ട്. എസ്പെഷ്യലി നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു ആസ്പെക്ട് മനസ്സിലാക്കിയിരിക്കണം. വി നീഡ് ടു take the responsibility of ourselves. So today onwards you take a promise to oneself that you are not going to blame, not going to criticize anybody consciously. Unconsciously നിങ്ങളുടെ ഒരു പാറ്റേണോ ഹാബിറ്റോ ഉണ്ടോ, ഒരു ക്രിട്ടിസൈസിങ്ങോ ഒരു ബ്ലെയിമിന്റെ ടോണോ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, ഓക്കെ എന്റെ ലൈഫ് എല്ലാം ഇങ്ങനെ ആയി പോയതിന്റെ കാര്യം എന്റെ സ്പൗസ് ആണ്, എന്റെ ലൈഫ് എല്ലാം ഇങ്ങനെ ആയതിന്റെ കാര്യം എന്റെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നാട്ടുകാരാണ്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആണ്, അല്ലെങ്കിൽ സം എന്ന് പറയുമ്പോൾ ആ ചൂണ്ടുന്ന ഒരു വിരൽ ചൂണ്ടുമ്പോൾ മനസ്സിലാക്കുക 3 വിരൽ നമ്മുടെ നേരെയാണ്. സോ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ചൂണ്ടുക. ഓക്കെ, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി? Because I born with free will, I born with choice. അപ്പൊ അത് വർക്ക് ചെയ്യുക. അതിന്റെ അർത്ഥം കാരണം അവിടെ ചൂണ്ടാതിരിക്കുന്ന അടുത്ത നിമിഷം പോലും ഇവിടെ ചൂണ്ടും. ഞാൻ ഒന്നിനും കൊള്ളാത്ത ആള്, എന്നെ കൊണ്ട് ഭയങ്കര ഉപദ്രവമായി, ഞാൻ എല്ലാവരും ദ്രോഹിക്കുകയാണ് എന്ന് പറയുന്ന ബ്ലെയിമും നല്ലതല്ല. നോ സെൽഫ് ബ്ലെയിമിങ്, നോട്ട് ബ്ലെയിം ടു അതേഴ്സ്. ഇനി അഥവാ അൺകോൺഷ്യസ്ലി നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ അത് വന്നാൽ അതിനെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. അതിനെ കയറിയും ബ്ലെയിം ചെയ്യാതെ ഓക്കെ ദിസ് ഇസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്, ഫൈൻ. എവിടെ നിന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു പാർട്ട് എവിടെയാണ്? കാരണം അവിടെ അത് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം നമ്മൾ മറ്റൊരാളുടെ ഫെയ്റ്റ് നമ്മളിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ ഫെയ്റ്റ് മറ്റൊരാളിൽ ഉണ്ടാവും. മറ്റാരുടെയോ ഫെയ്റ്റ് എടുത്ത് നമ്മുടെ തലയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ കാരണം, എന്റെ സ്പൗസിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കാരണം, എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ കാരണം. ദാറ്റ് ഈസ് മറ്റൊരാളുടെ ഫെയ്റ്റ് എന്നിൽ വെച്ചിരിക്കുന്നത്. മറ്റത് നമ്മുടെ ഫെയ്റ്റ് അവർക്ക്. എന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചോ ഇതിന്റെയൊക്കെ ഉത്തരവാദി നീ അല്ലെങ്കിൽ നിങ്ങൾ. ദാറ്റ് ഈസ് അത് രണ്ടും നമ്മൾ എന്താ പറയാ നമ്മുടെ ഫെയ്റ്റ് തിരിച്ചെടുക്കുക, മറ്റുള്ളവരുടെ ഫെയ്റ്റ് തിരിച്ചു കൊടുക്കുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് പറ്റിയാൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിലായിരുന്നു. ഇന്നത്തെ ടോപ്പിക് ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ എൻട്രി ചെയ്യുന്നില്ല എന്നുള്ളൂ. സോ എക്സ്റ്റെൻഡിങ് ദി ഫോർവേഡ് ഹാർട്ട്, ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി ഫോർ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാം. അതല്ല when you are ready, നിങ്ങൾ ഭൂരിഭാഗം ആളുകളും റെഡി ആണെങ്കിൽ ഞാൻ മെഡിറ്റേഷനിലേക്ക് കടക്കും. Yes, sir. Okay. So ready for another 20 to 30 minutes. So when you are ready, you can switch off your video, mute your audio, and close your eyes. Clasp your fingers. Cross your legs. For next 2 minutes, you simply observe your natural normal breath.
completely observe your natural, normal breath. Anapanasati. The breath which is coming to you, the breath which is leaving from you. In this moment, I'd like you to imagine a divine person, a divine energy field in front of you. നമ്മുടെ നേരെ മുമ്പിൽ ഒരു ഡിവൈൻ എനർജി ഫീൽഡ് വിച്ച് വി റിയലി ലവ്. നമുക്ക് അതിശക്തമായ ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ഒരു പ്രണയം, ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഇഷ്ടദേവൻ അല്ലെങ്കിൽ ഇഷ്ടദേവി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു സെക്രഡ് ജോമെട്രി, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് എ പിരമിഡ്. Pyramid is a sacred geometry. Egyptian pyramid, Giza pyramid, or a Mecca, Shabarimala, Kailasam, whatever you feel that, imagine that energy is in front of you. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ മുമ്പിൽ ആ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അത് ഇഷ്ടദേവനാവാം, ഇഷ്ടദേവിയാവാം, ഇഷ്ടമുള്ള ഒരു ജോമെട്രിക്കൽ എലമെന്റ് ആവാം, പ്ലേസ് ആവാം, പേഴ്സൺസ് ആവാം. ഇനി നിങ്ങളുടെ കുഞ്ഞു പോലും ആകാം. വളരെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, 5 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ പോലും ആകാം. ബിക്കോസ് ദാറ്റ് എനർജി ഈസ് സോ ഡിവൈൻ, പ്യുവർ എനർജി. ഫീൽ ദാറ്റ് പ്യുവർ എനർജി ഇൻ ഫ്രണ്ട് ഓഫ് യു. And each and every time the breath is coming to you, ശ്വാസം നിങ്ങളിലേക്ക് വരുന്ന സമയം ഈ പ്യുവർ എനർജി ഫീൽഡിൽ നിന്ന് നേരെ നിങ്ങളുടെ ഹാർട്ടിന്റെ ഫ്രണ്ടിലൂടെയാണ് അത് എൻട്രി ചെയ്യുന്നത്. ലവ് ഷേപ്പിന്റെ ആ ഒരു ആരോ പോർഷൻ, അതായത് ലവ് ഷേപ്പിന്റെ ഡെന്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള പോർഷനിലൂടെയാണ് എനർജി എൻട്രി ചെയ്യുന്നത്. ആൻഡ് എക്സെയിൽ ദി എനർജി ഈസ് ഗോയിങ് ടു ദാറ്റ് സ്പേസ്, ആൻഡ് ദാറ്റ് സ്പേസ് ഈസ് പ്യൂരിഫൈയിങ് ദി എനർജി ആൻഡ് ഗിവിംഗ് ബാക്ക് ടു യു അഗെയിൻ. ദാറ്റ് ഫോർവേഡ് ബിക്കംസ് എക്സ്പാൻഡിങ് ആൻഡ് എക്സ്റ്റെൻഡിങ്. നിങ്ങൾ മുമ്പിൽ കാണുന്നത് നിങ്ങളെക്കാട്ടിലും ഒരു ചെറിയ അകലത്തിലാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ബ്രീത്ത് എടുക്കുമ്പോഴും ഇതിന്റെ അകലം കൂടിക്കൊണ്ടേയിരിക്കും. അറ്റ് ദി സെയിം ടൈം നിങ്ങളുടെ ബ്രത്തിന്റെ ലെങ്ത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഫോർവേഡ് ഏരിയ ബിക്കംസ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ദാൻ ബിഫോർ. നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ ഊർജം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. യുവർ ഹാർട്ട് ഈസ് ഗോയിങ്. എന്നുവെച്ചാൽ ഒരു കൈലാസമാണ് കാണുന്നതെങ്കിൽ, അല്ലെ ശിവനെയാണ് കാണുന്നതെങ്കിൽ ശിവൻ ഇങ്ങനെ ആ ഫിഗറിന്റെ ജൈജാന്റിക് എഫക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ഡയമെൻഷനാലിറ്റിയിലേക്ക് അത് കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് യു ആർ ഡ്രോയിങ് ദി എനർജി ത്രൂ യുവർ ബ്രെത്ത്. നിങ്ങളുടെ ശ്വാസത്തിലൂടെ ആ ഡിവൈൻ എനർജി എടുക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഡിവൈൻ എനർജി ഷെയർ ചെയ്യാണ്. നിങ്ങളുടെ ഒരു ഫോർവേഡ് ഇൻട്രസ്റ്റ്, നിങ്ങളിലെ റിയൽ ഡിവോഷൻ, നിങ്ങളിലെ റിയൽ പ്രണയം, അതിനെ വെളിയിലേക്ക് എടുത്ത് ഇടുന്ന ഒരു നിമിഷമാണിത്. So each and every time you are observing your natural Anapanasati, you start expanding the forward dimension. Your forward dimension that is increasing and increasing. And there is a pathway coming to you. Through this increasing, you can see a very energetic pathway. Through this pathway, I'm counting from 5 to 1. You can go back in time to a very significant event that is in the current life or from a past life. ഒന്നുകിൽ ഈ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ലൈഫിലായിരിക്കാം. ഏതാണോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് കമ്പൽസറി ടു ബി ഫ്രം ദി പാസ്റ്റ് ലൈഫ്, because even this life is important regarding our pranayam. So പ്രണയം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനൊരു അടി കിട്ടിയ ബ്ലോക്ക് ഹാർട്ടായ ആ ഒരു മൊമെന്റ്, it can be a big event, it can be a very small event, but you consider it as valuable as it is. അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കുക. So through this energetic pathway in forward direction,
The moment you go to that forward direction and spontaneously you take a U-turn and going back in time. അല്പം മുമ്പിലേക്ക് പോകുമ്പോൾ you can see a U can use your own vehicle. Whatever the vehicle comes to your mind, you can use that vehicle. Start moving forward through this path. I'm counting from 10 to 1. Up to 5, you keep moving forward and forward. From the 5, you take a U-turn and go backward. 10, 9, 8. U-turn. And now 4, going all the way back in time in this current life or from a previous life, your heart experienced a block. 3, 2, and 1. Reach to that space, step down, look down, observe the ground. ആ ഗ്രൗണ്ടുമായി കണക്ട് ചെയ്യുക, ആ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ആ എക്സ്പീരിയൻസിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ആ എക്സ്പീരിയൻസിലെ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ ക്യാരക്ടർ, അവിടെ നടക്കുന്ന എൻറ്റയർ ഇവന്റ്, ആ ഇവന്റിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ്, ഈച്ച് ആൻഡ് എവറി ഫീലിംഗ്, ഈച്ച് ആൻഡ് എവറി എക്സ്പ്രഷൻ, ഇതെല്ലാം യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. യു ആർ ഫസ്റ്റ് പ്രണയം ഇൻ ദിസ്. നിങ്ങൾ ഏറ്റവും പ്രൈമായ പ്രണയത്തിന്റെ മൊമെന്റ്. സോ അവിടെയുള്ള എന്താണ് ഹാർട്ടിനൊരു ബ്ലോക്ക് നൽകുന്നത് എന്നുള്ളത് കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ദാറ്റ് എനർജി. ഹാർട്ടിന്റെ ആ ഒരു ഇൻഡന്റേഷനെ ബാധിക്കുന്നത്, ഹാർട്ടിനെ ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, ഉള്ളിലുള്ള പ്രണയത്തിന്റെ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു ഡിംനെസ്, ഡൾനെസ്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു മൈന്യൂട്ട് മുറിവ്, ഒരു വൂണ്ട്. In this time, I like you to deeply observe. The moment you understand this, I like you to hold that heart hold ചെയ്യുക, ആ നിമിഷത്തെ ഹോൾഡ് ചെയ്യുക. In this moment on the left side of you, again I like you to take a journey back in time. Completely അത് ഹോൾഡ് ചെയ്യുക. Your entire energy is still, a part of your energy is still in that blocked heart space. And another part of the energy, still with that pranayam, to go back and back in time to a very significant moment from this current life or from any lifetime, where you experience that immense joy of love inside, unconditional feeling of forward journey, that drive inside. 5, going back and back in time with your time vehicle. 4, all the way back and back. 3, സമയത്തിലൂടെ അതിശക്തമായി പുറകോട്ട് പോവുകയാണ്. 2, ആ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്നു. And 1, ഏറ്റവും കൂടുതൽ ഉള്ളിൽ പ്രണയം തുള്ളിച്ചാടി നിൽക്കുന്ന ഒരു നിമിഷം, പ്രണയത്തിൽ തുള്ളിച്ചാടുന്ന ഒരു സമയം, ഭയങ്കരമായൊരു ഡ്രൈവ്, വെരി ഡ്രൈവിംഗ് എനർജി. ആ ഡ്രൈവിംഗ് എനർജിയിലേക്ക് എൻട്രി ചെയ്യുക. ആ ഡ്രൈവിംഗ് എനർജിയിൽ നിലനിൽക്കുന്ന ആ എനർജി അറിയുക, എനർജി ഫീൽഡിൽ അറിയുക, അതിലൂടെ ജോയ്ഫുൾനെസ് അറിയുക, അതിലെ സെൻസേഷൻസ് അറിയില്ല, എക്സ്പ്രഷൻസ് മനസ്സിലാക്കുക.
Stay there and enjoy it completely and fully, the driving energy in you. Whatever the event, accept it as it is. Completely you are enjoying that driving energy, whether it is you are a child or you are adult or past or present, whatever it is. Enjoy that driving heart. Enjoy that forward dimension. Enjoying that love. Immense love inside. പ്രണയത്തിൽ തുള്ളിച്ചാടി നിൽക്കുന്ന ഒരു സമയം. Your body, your emotions, your mind, mental feelings, your spiritual energies are all aligned with this forward energy, with full of playfulness, adventure, and spontaneity, immense patience, titiksha, shraddha, samadhana. Every aspect is inclined in this space. Shama, dhamma, everything is in this space. You are the master of your forward heart. Stay there and enjoy this mastership. Enjoy that very particular event, very significant event. In this moment, I'm counting from 3 to 1. You go much more deeper dimensions of this experience. Going to the fifth dimension of this experience, very deeper dimensions. Much more deeper than the 3D experience, like physical, emotional, mental. Go to that very deeper spiritual and beyond that experience. 3, 2, jumping deeper and deeper into that experience with full awareness. 1. In the same moment, you can easily experience your minute heartbeat, the heartbeat which is dancing with the very much connected. You can experience the body in this experience your emotional energy in this experience, your mental energy in this experience. Your real deeper craziness is participating in this experience. All your humor sense are presenting energy is experienced deeper and deeper and deeper. And now I'm counting from 1 to 3. You absorb all the experiencing into a hologram. എല്ലാ എക്സ്പീരിയൻസിനെ ഒരു ഹോളോഗ്രാമിലേക്ക് collecting complete energy in the form of a color and put it into a geometrical shape in the form of a hologram. Every essence is inside it. എല്ലാം അവിടെയുള്ള എല്ലാം ഒരു ലൈറ്റ് പോലെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത് it is completely filled. 1, you are with so much enthusiasm, you are taking it with ഒരുപാട് ഉത്സാഹത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി ആ എനർജിയെ മുഴുവനായിട്ട് എടുക്കുകയാണ്. 2, ready to place it in this hologram. 3, once you place it in the hologram ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ I like you to come back to that left side of yourself. left sideലേക്ക് വരിക. Once you reach to the left side, right side, still that block heart is there. Left side is filled with amazing forward heart energy. In this moment, you can share the energy. I'm counting from 3 to 1. From the left side is embracing the right side. From the left, that energy is moving to the right side. Right side can completely absorb in this moment and fill your whole body, and it's spontaneously sucking inside your Hridaya Akasha. So I'm counting from 5 to 1. 5, you are so ready. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ ഹോളോഗ്രാമിൽ നിന്നുള്ള എനർജി ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ജമ്പിങ് ടു ദാറ്റ് സ്പേസ്. ആ സ്പേസ്, ആ മെമ്മറി, ആ ബ്ലോക്കായ പ്രണയം, അവിടെ എല്ലാം ഈ ഒരു റഷ് ഓഫ് എനർജി 4, ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു ഇമ്മൻസ് energy is flowing. 3, 1, and it start flowing.
That colorful energy is flowing. ആ നിറത്തിലുള്ള ഊർജ്ജം ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. അത് റൈറ്റ് സൈഡിലൂടെ whole body, whole energy system, entire heart space, it is filling and filling and filling and filling. And it is filling like anything. And once it is filling, from that space, your heart, forward heart is moving forward and forward to that space, to that place. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഇഷ്ടദേവൻ, ഇഷ്ടദേവി, ആ ഇഷ്ട പ്ലേസിലേക്ക് this energy is projecting, this astral body is projecting in this moment. Even you feel an astral travel also. Allow it to happen as it is happening. You are not stopping anything. You spontaneously allowing it to happen. So I'm counting from 3 to 1. Allow your astral body to project to that space. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സ്പേസിലേക്ക് ഈ സമയം അതിനെ ഫുൾ എനർജി അഗെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ 3 to that space, wherever it is in the earth or in the upper realm or in the astral plane or in any realms, you have the freedom and go there. 2 and 1. Start the journey, start the projection, start and experience and stay there for another 3 more minutes. Completely be there. Last 2 more minutes exploring that space, singing in that energy. Explore your own inner experience in the form of talent in this lifetime. Experience the talent energy now. That's your greatest experience from several lifetimes. You are jumping, you are dancing, you are singing, you are drawing. All your expressions are in a very deep, intense way. And you are meditating, you are communicating with your guides, masters, visions, everything in this space. Last 1 more minute. Completely absorb all the energy. Experience it fully. Experience it deeply. In that space, you really experience all that 2 dimension you already experienced. Your broader dimension of your heart is experiencing the energy. Your deeper dimension, deep heart, elevated heart, and along with the forward heart. You can feel all these hearts are like different personality, different energies. They all come together. They all they are loving each other. Because this forward heart is a leader who lead everyone. ഓരോരുത്തർക്കും കൃത്യമായ റോൾ കൊടുത്ത് എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. And everyone is listening to this wonderful leader. In that space, all your heart, your broad heart, your deep heart, your elevated heart,
and your forward heart is working like a leader, and this leader can easily absorb all the energies, all the blessings from the higher master. From through that denting portion, all the blessings are coming, all the energy is coming. And all these dimensions, different dimensions are like different persons. You can give forms, you can give color, you can make them as animal or human or whatever. They are really enjoying in that space. For last 30 more seconds, allow everyone to enjoy in this space. Your first dimension, broad heart. Your second dimension, deep heart and elevated heart. And your third dimension, your forward heart. All these dimensions are enjoying, they are dancing, and they are singing. And they are singing this song as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. The forward heart is really a dream heart. This heart really know your dream. So listen to this heart is a leader. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. So in this space, your higher vision, your higher purpose is opening to you. That peace is slowly coming to you in the form of a glimpse. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. A dream that only I can. Only I can know. Last 10 seconds. 1. Slowly coming and coming back and back to your Hridayakasha, and slowly enter your body, feel your body. 2. Every day in every way you are getting better and better. 3. You are really amazingly explore the 3 dimensions of your heart and retrieving slowly and gradually that deep pranayam inside, the loving energy inside. Love to oneself and to others, that deep love zest of life. 4. You are a real active participant in this life, participating the life with full of playfulness, adventure, and spontaneity. You are really ready to be a go-getter, a participating, a leader. You are a leader. 4. Rubbing your palms, place on your eyes to connect to that inner leadership, master energy inside.
And 5, place it on your eyes. Feel that vibration from your palms. Each and everything coming from you is divine in nature. Experience your own divinity. Feel it fully. Touch your whole body and ready to experience everybody's divinity. And very slowly, very gradually, you can open your eyes. Once you open your eyes, you can switch on your video